പാലാ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന 12ാമത് നാടകം കടലോളം കനിവ്. പോയ ജന്മങ്ങളിൽ നിന്ന് കാലം പ്രതീക്ഷയോടെ സമ്മാനിച്ച കനിവിൻ്റെ കാവൽ വെളിച്ചം വികാരവിശുദ്ധിയോടെ ഞങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. ഏറ്റുവാങ്ങിയതത്രയും സ്നേഹം തളിച്ച് മന്ദസ്മിതങ്ങളും മൗനങ്ങളും ചേർത്ത് അരങ്ങിൻ്റെ ശോഭയിലേക്ക് ഞങ്ങൾ എടുത്തു വയ്ക്കുന്നു. അനുഗ്രഹിച്ചാലും നിങ്ങളുടെ വിലയിരുത്തലിനും അംഗീകാരത്തിനും വേണ്ടി പാലാ കമ്മ്യൂണിക്കേഷൻസ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു കടലോളം കനിവ്. അത് ശരി, പുതുമ. അപ്പോ കല്യാണം എന്നതിന് പകരം നീ വേറെ വല്ല വാക്കും കണ്ടുവച്ചിട്ടുണ്ടോ? ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു ചടങ്ങ് ഉടനെ ഒന്നും ഉണ്ടാവില്ല. ആകെയുള്ള മകളാ. അവിടെ വിവാഹം എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടണം? ഒരിടത്തും പിശക്ക് കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതാ ഞാൻ പറഞ്ഞ നിന്റെ അമ്മ ഒരു നന്ദി കേട്ടവളാണ്. എവിടെയാണ് ഞാൻ പിശക്കിട്ടുള്ളത്? അവർക്ക് ക്ഷമയില്ല. എടി നീ ഒരു പെങ്കൊച്ച. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു അല്പം ഒതുക്കമൊക്കെ ആകാം. ഞങ്ങൾ നടത്തി തരും. അവൻ വരുമ്പോൾ ഇന്നിവിടെ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അടുത്ത 17 നടക്കുന്ന കല്യാണത്തിന്റെ ഒരു മോതിരം മാറ്റം. പിറന്നു വിടുന്ന പെണ്ണാണെന്ന് അറിഞ്ഞപ്പോ കാരണവന്മാർ കൂടിയെടുത്ത തീരുമാനമാണ് സുമിത്ര അഖിലൻ എന്ന്. പിന്നിപ്പോ ഒരു മോതിരം മാറ്റത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പറഞ്ഞേ, നോക്കറിയോ? മറന്നു അല്ലേ? അവന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ട് 25 വർഷം തികയുക. സോറി, സത്യം ഞാൻ ഓർത്തില്ല, ശ്രദ്ധിച്ചില്ല. ഇവിടുത്തെ സ്കൂളില് അവനെ 1ാം ക്ലാസ്സിൽ ചേർത്തിട്ട് മടങ്ങുന്ന വഴിയ ഒരു അപകടത്തിൽപ്പെട്ട് ഇന്നലെ ഒന്നും പറയാറുന്നു കേട്ടോ. പ്രത്യേക പ്രാർത്ഥന നടത്തുവോ ആത്മാവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവോ ഒക്കെ ആകായിരുന്നു. ആ ആത്മാർത്ഥത്തിന് മുന്നിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ചടങ്ങായി അവരത് ആഗ്രഹിച്ചിരുന്നതാണ്. ഒപ്പം ഞാൻ ജീവിതത്തിൽ ഒരു വലിയ കർമ്മം പൂർത്തീകരിച്ച സന്തോഷത്തില അവനെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു. നമ്മളൊക്കെ ആഗ്രഹിച്ചതിനും അപ്പുറത്തെ ഒരു ജീവിത വിജയം അവൻ നേടുകയും ചെയ്യും. എടി വേണ്ടേ, ഈ കല്യാണം പിടിക്കാന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. നിന്റെ അമ്മ ഒരു 2000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര ഷോർട്ട് ചെയ്തിട്ടോ അത്രയൊക്കെ വരും. അത്രയും പേരെ നിന്റെ അച്ഛൻ നടന്ന് വിളിക്കും. ഞാനേ ഒരു ആർഡിയോയാ, പിടിപ്പത് പണിയായിരിക്കുള്ളത്. ഇത് കേട്ടാൽ തോന്നും ആർഡിഒമാരൊന്നും മക്കളെ കെട്ടിക്കാതിരിക്കുകയാണ്. ഇവിടെ ഉൾപ്പെടെ 7 എണ്ണത്തിനെ കെട്ടിച്ചു വിട്ടതാ സബ് ഇൻസ്പെക്ടർ സുശീലൻ നായർ. പെൻഷനായിട്ട് 26 വർഷം കഴിഞ്ഞു. അച്ഛൻ ഇവിടെ നാണായില്ലേ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ് നടക്കാൻ? എടീ, പോലീസിനും ഇൻസ്പെക്ടർക്കും ഒക്കെ വിലയുള്ള കാലത്തെ ആളാ ഞാൻ. എടോ ആർഡിഒ മുകുന്ദൻ നായരെ മരുമോനെ വിളിച്ചാ പോലെ ഇത്രയും കടപ്പിക്കണം. ആർഡിഒ അത്ര നിസാര പണിയൊന്നുമല്ല.
ഉമസ്തുനെ കിട്ടക്കൊള്ളോ അച്ഛാ എന്ന് ഇവളെന്നോട് ചോദിച്ചു. സബ് ഇൻസ്പെക്ടർ സുശീലൻ നായർ കള്ളം പറയത്തില്ല, കള്ളം തെളിയിച്ചിട്ടേ ഉള്ളൂ. അന്ന് ഞാൻ ഇവളോട് പറഞ്ഞു, താൻ ഡെപ്യൂട്ടി കളക്ടർ ആകുമെന്ന്, കാല് നക്കാൻ കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ കളക്ടർ ആകുമെന്ന്. സുമിത്ര കൊച്ചേ, അഖിലനെപ്പം വരും? ആ, അമ്മ വഴിയുള്ള ബന്ധുവീട്ടിലൊക്കെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി വിളിക്കണം. ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ തറവാട്ട് മഹിമ കൂടും. ആ, പിന്നൊരു കാര്യം, എന്റെ പേരക്കിടാവിന്റെ കല്യാണം എന്ന് പറയുമ്പോ ഈ നാടും നേളയാണ്. അത് ശരി, ഇനി നാട്ടുകാരന് സ്വത്തത കൊടുക്കരുത്. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എടി കൊച്ച, ഈ മുറച്ചർക്കൻ എന്നൊക്കെ പറയുമ്പോ അതിനൊരു പുതുമയില്ലടി. കാര്യമൊന്നും നല്ല കൊച്ചനൊക്കെ തന്നെയാ, പക്ഷെ അച്ഛനും അമ്മയും ഇല്ലാത്ത ചെറുക്കൻ എന്നൊക്കെ പറയുമ്പോ നിന്റെ അച്ഛനെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? അതെന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങള്? എന്റെ പേരക്കിടാവിന്റെ കല്യാണത്തെ പറ്റി അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമില്ലേ? എവിടേക്കാ കൊച്ചിനെ പറഞ്ഞു വിടുന്നതെന്ന് ചോദിച്ചാ ഞെളിഞ്ഞു നിന്ന് ഉത്തരം പറയാൻ പറ്റണം. 81ാമത്തെ വയസ്സിൽ അധികം അങ്ങ് ഞെളിയണ്ട. എടി, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സ്വന്തം മകളെ സ്വന്തം വീട്ടിലേക്ക് കെട്ടിച്ചു വിടേണ്ട ഗതികൾ ഉണ്ടാക്കി നിങ്ങൾ. മറ്റാർക്ക് കൊടുക്കുന്നതിനേക്കാൾ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ കൊടുക്കുന്നത്. ഞാൻ കണ്ണിനെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച എന്റെ മോളെ മറ്റൊരുത്തിന് കൊടുക്കുന്നതിനേക്കാൾ എന്റെ മരുമകന് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടം. ആയിക്കോട്ടോ, ഇവിടെ ആരാണ്ട് വേണ്ടെന്ന് പറഞ്ഞു. മനുഷ്യനൊരു പ്രായം കഴിഞ്ഞ് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കണം. സബ് ഇൻസ്പെക്ടർ പോലും നേരെ ഇവിടുത്തെ 1000 തവണ അത് പറയും. നിർത്തി, അഭിപ്രായം പറച്ചിട്ട് നിർത്തി. 7 പെൺമക്കളായിരിക്കെ 7 അമ്മക്കളുണ്ടാകുന്നത് ഇപ്പൊ എന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. ഓ, ഇയാളെ പോലെ കുറച്ച് ആൺമക്കൾ ഉണ്ടായാലും മതി. എനിക്ക് ഇവിടെ ഇങ്ങനെ വന്നു കിടക്കേണ്ട കാര്യമില്ല. എടി കൊച്ചേ, നിന്നെ ഒറ്റ വൃത്തിയെ ഓർത്താണ്, അല്ലെങ്കിൽ ഇതൊന്നും കേട്ട് ഞാനിവിടെ നിൽക്കത്തില്ല. അത് ശരി, എന്നെ അറിയിക്കാതെ എന്നോട് ആലോചിക്കാതെ അത് അടിച്ചു. എന്റെ മുത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മതി. മുത്തച്ഛൻ സമ്മതിച്ചിരിക്കുന്നു. ഭാഗ്യത്തിന് തന്തേടെ തള്ളയുടെ സ്വഭാവം നിനക്ക് കിട്ടിയിട്ടില്ല. നീ ഗുരുത്തുള്ള വെച്ചാ. എടോ, ആരുടെയോ പോകുന്നവന്മാര് കല്യാണ സദ്യയൊക്കെ ആരെയാണോ ഏൽപ്പിക്കുന്നത്? അതൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നോട് ആലോചിക്കാതെ എന്റെ പേരക്കിടാവിന്റെ കല്യാണം ഒരു കാര്യം ചെയ്യും. പേരക്കിടാവിന്റെ കല്യാണം ഒറ്റയ്ക്ക് നടത്തി ഞാൻ നടന്നോളൂ. അതിനൊക്കെയുള്ള പ്രാപത്ത് തുലീലൊന്നും അയർക്കൊണ്ട്. ആരോ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇവിടെ വെച്ചാൽ പിന്നെ ഞാൻ എടുത്തോണ്ട് വെക്കണ്ടേ? എനിക്ക് പണി ഉണ്ടാക്കാൻ അകത്തോട്ടെ കാര്യം കൊണ്ട് വെച്ചേക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവർ പ്രകാശനാ. പ്രകാശന് തന്നെയോടാ നല്ല സ്വഭാവമാ. അകത്തോട്ട് കൊണ്ട് വെച്ചേക്കണ്ട, അങ്ങോട്ട് വെച്ചേക്ക്. ചക്കയാ, വലിയ ചക്ക, നല്ല ഒന്നാം തരം ചക്കയാ. നമ്മളാരാണെന്ന് മനസ്സിലായില്ല. ചോദിച്ചോ കേട്ടില്ലോടാ, നീ ആരാണെന്നും. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയത്തില്ലെന്ന് പറഞ്ഞത് ആരാ? ഉത്തരവാദിത്തമില്ലാത്ത ആരെങ്കിലും വന്ന് ഇങ്ങനെ കാലിനൊത്ത് തൊഴുവോ മൂപ്പില്ലേ? അല്ല തൊഴുവോ? കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു. എത്ര രൂപയായി? 50 രൂപ മതി. അയ്യോ, ഔദാര്യമാണല്ലേ. അവിടുന്ന് ഇവിടെ വന്നതിന്റെ കാര്യം ചോദിക്കാവുള്ളൂ, ഓട്ടോടെ വില ചോദിക്കരുത്. 40 നിൽക്കും അല്ലേ? ഒരു 40 രൂപ കിട്ടേ. മനസ്സിലായില്ല. ഞാൻ ചോദിക്കണം, 40 റുപ്പീസ് എടുക്കാൻ. അല്ല, നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേണ്ടപ്പെട്ട ഒരാളല്ലാതെ ഇവിടെ വന്ന് 40 രൂപ ചോദിക്കുവോ? കയ്യില് 1000ന്റെ നോട്ടാ. അത് കാണിച്ച് പാവ ഓട്ടോക്കാരനെ വരട്ടെന്ന് കരുതിയാ. കൊണ്ട് പോരാടുന്നില്ലടാ നിനക്ക്. ഇല്ലാതെ മാറിക്കൊണ്ട് വന്നില്ലെങ്കിൽ എന്താ ഒരിത് പിടിപ്പിക്കുവോ? 19 വയസ്സായല്ലോ, ഇനിയൊന്നും ഒതുങ്ങാറായില്ലേ? ഞാൻ പ്രതീക്ഷിച്ചതല്ലേ ഈ സാധനത്തിന്.
ചേട്ടാ 40 രൂപ അതിന്റെ അടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇനി ഇവനെ ഇവിടെ നിർത്തിയാലേ വെയിറ്റിംഗ് ചാർജ് കൂടുവന്ന്. അതല്ലേ മക്കളല്ലേ മക്കളെന്ന് വന്നേ അങ്ങോട്ട് വന്നേന്നെ. അതെന്താണ് ഞാൻ തന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ? ഉത്തരവാദിത്വമുള്ളവൻ തന്നെ അടി വിളിക്കുന്നു. ഇങ്ങോട്ട് വാ വന്നേ. മക്കളിപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു. നിന്റെ അമ്മൂമ്മ ഈ നിൽക്കുന്ന മൂപ്പിലാന്റെ ഭാര്യ കാർത്തിയാനി വലിയപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഭാഗ്യം. ഇതിന് പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ലല്ലേ? 7 മക്കളുണ്ടായിട്ടെന്താ ഈ മാരണം ഇവിടെ തന്നെ വന്ന് അടിഞ്ഞത്? പോലീസിനെ വിളിക്കാൻ. പോലീസോ? ഞാൻ പോലീസ് ഇങ്ങോട്ടെന്നെ കൊള്ളാവേ. സൂക്ഷിച്ച് പോണം കേട്ടോ. ടിപ്പറിന്റെ അടിയിലെങ്കിൽ ചെന്ന് കയറരുത്. നമ്മുടെ ദാമോദരൻ കൊച്ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ ചത്തുപോയോ? അല്ല, നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പറ, ആരാ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതം. അതൊക്കെ പിന്നെ പറയാം. നീ ചോദിച്ചതിന് സമാനം പറയണം. ഞാൻ മരുത്വാമലയിൽ ഇരിക്കുമ്പോ എനിക്കൊരു വെളിപാടുണ്ടായിരുന്നു. ഇതൊരു നാശമായല്ലോ. ജീവിതം അങ്ങനെയാ മക്കളെ. ആരും ആരെയും ഓർത്തു വെക്കത്തില്ല, തിരിച്ചറിയത്തുമില്ല. മക്കളെ, ഞാൻ നിങ്ങളുടെ വാസുദേവ കുഞ്ഞമ്മാവനാ. ആ വാസുദേവ കുഞ്ഞമ്മാവൻ. എന്നാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് കുഞ്ഞമ്മാവനെ നിങ്ങൾ തിരിച്ചറിയാതെ പോയി. കാലങ്ങൾക്ക് മുമ്പ് വേലക്കാരിയെ പിഴപ്പിച്ചിട്ട് നാട് വിട്ട വാസുദേവൻ ഈ വീടിന്റെ പടിക്കൽ ഗർഭസത്യാഗ്രഹം നടത്താൻ കാരണക്കാരനായ വാസുദേവൻ. ആ കേസ് അന്വേഷിച്ചത് ഞാനാ. അന്ന് നിന്നെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നിന്റെ പരിപ്പ് ഞാൻ എടുത്തേനെ. പ്രായം ഇത്രയായിട്ട് ഓർമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലേ? മറക്കാൻ പറ്റുന്ന അന്ധകരണങ്ങളാണോ നീ കാണിച്ചു വെച്ചത്? പക്ഷെ ഞാനിതെല്ലാം മറന്നു. പൂർവാശ്രമം മറന്നു, ദേശാടനം നടത്തി. ഉസ്ബെക്കിസ്ഥാൻ മുതൽ കസാക്കിസ്ഥാൻ വരെ ശിഷ്ടകാലം കുടുംബത്തെത്തി നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ കഴിയാമെന്ന് കരുതി. നിനക്ക് ഹാപ്പിയായോ മുകുന്ദ? ഈ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ സമയത്ത് ഇങ്ങനെ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വരും ഓരോ ദശ വന്ന പോലെ പോകും എന്നല്ലേ? അയ്യോ, നീ വല്ലാതെങ്ങും മെലിഞ്ഞു പോയല്ലോ. ആഹാരം കുറയ്ക്കരുത്. കുഞ്ഞമ്മാവൻ ഏത് മുറിയില്ല കൂടേണ്ടത്? എവിടായാലെന്താ, ലോകമേ തറവാട് എന്നല്ലേ? അതിന് മക്കളെ, കുഞ്ഞമ്മാവൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിർബന്ധവുമില്ല. എന്ത് തന്നാലും കഴിക്കും. അച്ഛന്റെ അടുത്ത ബന്ധുവാ വാസുദേവൻ കുഞ്ഞമ്മാവൻ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പാപ്പേ. ഈ സാധനം ജീവനോടുണ്ടാകും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അധികം താമസിപ്പിക്കാതെ പറഞ്ഞു വിടാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കുടുംബസ്വത്തിന് അവകാശമുള്ള ആളാ. ഇതുവരെ ഒരു കുരിശിനെ മേടിച്ചാൽ മതിയായിരുന്നു. വനവും കുരിശായി. അഖിലം വന്നിട്ട് അവന്റെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് ഇന്ന് തന്നെ കുറിയടിക്കാൻ പ്രശ്നം കൊടുക്കാൻ. അവന്റെ തോളക്കര നടക്കാത്ത രണ്ടാളും കൂടെ കല്യാണം വിളിച്ചു കൊടുക്കണം. ബാങ്കിന്റെ പഴയത്തെ പോലെ എനിക്കിപ്പോ ലീവ് കിട്ടില്ല. പൊന്നുമോള് എല്ലാ അച്ഛനും അമ്മയും ചെടുകൊണ്ടെന്നും പറഞ്ഞിരുന്നോണം. മതിയടി നീ എന്റെ കൊച്ചിനെ ഭരിച്ചത്. അടിച്ച കേട്ട് ഉറുക്ക് തൂക്കത്തില്ല പെണ്ണ്. ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയില്ല. ആ ചെറുക്കന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. അച്ഛന്റെ കൂട്ടല്ല, അഖിലെല്ലാം ചെയ്തോളൂ. കല്യാണത്തിന് എന്റെ മുത്തിന് മുത്തശ്ശൻ എന്താ സമ്മാനം തരേണ്ടത്? മുത്തശ്ശന് ഇഷ്ടമുള്ളത്. പെൻഷനായപ്പോ കിട്ടിയ കാശ് മുഴുവൻ നിന്റെ പേര് ചേർത്ത് ബാങ്കിൽ ഇട്ടേക്കുക. അതിപ്പോ എത്ര ലക്ഷമായി കാണുമെന്നറിയാവോ? ചെക്ക് ഒപ്പിട്ട പാസ്ബുക്ക് അങ്ങ് തരും. കുടുംബത്ത് ഒത്തിരി പേരക്കിടാങ്ങളുണ്ടെങ്കിലും മുത്തശ്ശന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മോളാ. നീ ഞങ്ങളുടെ രാജകുമാരിയല്ലേ? അഖില, ഹലോ, നീ എവിടെയായി? ഞാൻ അങ്ങോട്ട് വന്നോ? ആ, അദ്ദേഹം ഉണ്ട് ഇവിടെ. ദേ, മുകുന്ദൻ സാർ. ആരാ മനസ്സിലായില്ല? ഞാൻ വിശ്വനാഥൻ. അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനാ. ഞാൻ കുഞ്ഞമ്മാവൻ. വിളിക്കാവോ? പിന്നെന്താ ഇരിക്കല്ലോ. ഇവിടെ കുടിക്കാൻ എന്തുവോ? ചായ ആവാം അല്ലേ? മധുരം. ഞാൻ രാജഗിരി വിശ്വനാഥൻ. പലതവണ ഫോണിൽ വിളിച്ചിട്ടുണ്ട്.
എനിക്ക് വേണ്ടി പലരും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നേരിൽ സംസാരിക്കാത്തത് കൊണ്ടാണ് എന്നോട് പരിഭവമെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. ആര് പറഞ്ഞു എനിക്ക് പരിഭവമുണ്ടെന്ന്? തന്നെയുമല്ല, നേരിട്ടെണ്ണത്തേലും മൊഴി തേടേണ്ട കാര്യമില്ലായിരുന്നു. അതെന്താണ് സാർ? രാജഗിരി എസ്റ്റേറ്റ് 95 ഏക്കർ വനഭൂമിയാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന 7 ഏക്കർ റവന്യൂ ഭൂമി. ആ 102 ഏക്കറിനകത്ത് നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ആ ഭൂമിയാണ് നിങ്ങൾ ISROക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത്. സർക്കാരിന്റെ ഭൂമി കൈവശപ്പെടുത്തി സർക്കാരിന് തന്നെ വിൽക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന തന്ത്രം. തന്ത്രമല്ല, ബുദ്ധി എന്ന് വിശേഷിപ്പിക്കണം. അത് ബുദ്ധിയല്ല. പൊതുമുതൽ കൊള്ളയടിക്കുന്ന എങ്ങനെ ബുദ്ധിയാണ്? സാർ, ഞാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. ആഴങ്ങളിലേക്ക് പോയി ചികഞ്ഞ് പരിശോധിക്കാതിരുന്നാൽ പിടിച്ചു നിൽക്കാൻ പാകത്തിലുള്ള എല്ലാ രേഖകളും ഞാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാധീനം ചെലുത്തിയ ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടി. എല്ലാ രേഖകളും ഒരു താല്പര്യമാണ് സാർ. ഒരു പത്രക്കാരൻ വന്ന് എന്തിനോ വേണ്ടി കുറെ പണം ചോദിച്ചു. നേരത്തെ എന്റെ മൂടിന് ഞാൻ കൊടുത്തില്ല. അപ്പൊ മെനക്കെട്ടിൽ എഴുതി കുളവാക്കി. വീട് കിട്ടിയ വിഷയത്തെ അവർ ആഘോഷിച്ചു. കഥയും ഉപകഥയുമായി വിഷയം കത്തിക്കയറിയപ്പോ മന്ത്രിയുടെ നിഷേധവും കരച്ചിലും ഒക്കെയായി വാർത്ത ബോക്സ് ഓഫീസിൽ ഹിറ്റായി. അങ്ങനെ അന്വേഷണ ചുമതല നിങ്ങളെ ഏൽപ്പിച്ചത്. ഇനിയിപ്പോ നിങ്ങളെ മാറ്റുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു വാർത്ത സൃഷ്ടിക്കില്ല. ഒരു കാര്യം മറക്കരുത്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം ഇവിടെ വന്ന 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാകും. അതിനു ചുറ്റും ഞാൻ ഈ ആദിവാസികളിൽ നിന്നൊക്കെ വില കൊടുത്ത് വാങ്ങിയ ഒരുപാട് ഭൂമിയുണ്ട്. അവിടെ എനിക്ക് താല്പര്യമുള്ള ധാരാളം ബിസിനസ്സുകൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് സഹായിക്കണം. നിങ്ങളോട് ഞാൻ അല്ല, ഈ റിപ്പോർട്ട് എനിക്ക് എതിരാണെന്ന് അറിഞ്ഞു. ഡിക്റ്റേറ്റ് ചെയ്തവനും കോപ്പി എടുത്തവനൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് കുട്ടിക്കോ. തൽക്കാലം അങ്ങ് ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അതാണ് സത്യം. സാർ, അങ്ങുകൂടി എനിക്ക് വേണ്ടപ്പെട്ടവനാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ISROക്ക് നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ച വിവാദ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ പറ്റി തർക്കമുണ്ടായപ്പോൾ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. അതൊരിക്കലും മനസാക്ഷിക്ക് നിരക്കാത്തതാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഈ പൊതുസമൂഹത്തോട് കടപ്പാടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അന്വേഷണത്തിൽ കണ്ടെത്തിയ സത്യം രേഖപ്പെടുത്തിയ ഭയം ഞാൻ ഗവൺമെന്റ് കൈമാറും. നിങ്ങളെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ സന്തോഷം. എനിക്ക് അല്പധൃതിയുണ്ട്. പ്ലീസ്. അങ്ങനെ ഒഴിവാകാൻ എനിക്ക് കഴിയില്ല. ഒഴിവാക്കാൻ നിങ്ങൾക്കും പറ്റില്ല. കാരണം ഞാൻ അറിയപ്പെടുന്നത് രാജഗിരി വിശ്വനാഥൻ എന്നാണ്. ആ അഡ്രസ്സാണ് എന്നെ ഞാൻ ആക്കിയത്. അതങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുന്നതല്ല. സാർ, ഞാൻ നിങ്ങൾക്കൊരു ജീവിതം തരും. ഈശ്വരൻ തന്ന ജീവിതം ഭദ്രമായി ചുമക്കുക. അത് മാന്യമായി മറുകരയെത്തിക്കട്ടെ. ഗവൺമെന്റിന് നിങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. വളരെ വിദഗ്ധമായി തയ്യാറാക്കിയതാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതം 10 മടങ്ങ് സുരക്ഷിതമായിരിക്കും. ചോദിക്കുന്നത് തരും. അതല്ല, ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 കോടി രൂപ, 200 ലക്ഷം രൂപ നിങ്ങൾ നിർദ്ദേശിക്കുന്നിടത്ത് ഞാൻ സുരക്ഷിതമായി നിക്ഷേപിക്കും. നീ എന്താ എന്നെ കുറിച്ച് ധരിച്ചത്? 2 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്റെ മുന്നിൽ മൂക്കുകുത്തി വീഴുന്നതോ? ഇറങ്ങണം. വേറെ ആവശ്യമായി എന്റെ മുന്നിൽ കണ്ടുപോകരുത്. ആലോചിക്കണം മുഹമ്മദ് സാർ. എനിക്ക് ഈ സ്നേഹത്തിന്റെ അനുനയത്തിന്റെ ഭാഷയാണ് ഇഷ്ടം. ഒരു മോളില്ലേ, അവള് സുഖമായി ജീവിക്കട്ടെ. ഓക്കെ, ഞാൻ വരും. ആലോചിക്കാതൊന്നും ചെയ്യരുത്. നാളെ സങ്കടപ്പെടേണ്ടി വരും. ഞാൻ വരും. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അയാള് പോയോ? ചായ കൊടുക്കില്ല. ചായ കൊടുക്കാൻ അയാൾ ആരാ? അളിയൻ. അടിയന്മാർക്ക് മാത്രമേ ചായ കൊടുക്കത്തുള്ളൂ. എന്തിനാണ് അയാള് വന്നത്? 2 കോടി രൂപ തരാൻ. എന്താ അങ്ങനെ വരും? SIക്ക് കിട്ടുന്ന പരമാവധി കൈക്കൂലി 100 രൂപയാണ്. കാലം പോയൊരു പോക്കേ. പോയ കാലമൊക്കെ പോട്ടെന്ന്. ഞാൻ വന്നത് ഈ വീടിന്റെ ഐശ്വര്യത്തിനാണെന്നാ ഭാവ പറയുന്നത്. അങ്ങനെ പറയാൻ നമുക്ക് ഇപ്പം കുഴപ്പം വല്ലതും ഉണ്ടായോ? അല്ലേ പിന്നെ എനിക്ക് ഇന്ന് തന്നെ വരാൻ തോന്നുവോ? എന്താ പ്രത്യേകത? ഇന്ന് നമ്മുടെ കൊച്ചിന്റെ മോതിരം മാറ്റമല്ലേ, വെഡിങ് ആനിവേഴ്സറി. അല്ല, എൻഗേജ്മെന്റ്. ഇത് നിന്നോടാരും പറഞ്ഞു? ഇത് ഞാനോട് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമുള്ളവരോട് പറഞ്ഞാൽ പോലെ. കുഴിയിലോട്ട് കാര്യം നീട്ടിയിരിക്കും. നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ പറഞ്ഞ സത്യമാണോ? വാസുദേവൻ പഴയാളല്ല, ഞാൻ സമൂലം മാറി. നിന്റെ മൂലം മാറിയ കാര്യമല്ല ചോദിച്ചത്. നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഒരു നിമിഷം ഞാനിവിടെ നിൽക്കുകയല്ല. ഞാൻ നിന്നെ പോലെ അല്ല. അതെനിക്കറിയാം. ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനാ, അന്തസ്സുള്ള തന്തയ്ക്ക് പറഞ്ഞവനാ. വെടുവാ പറയാതെ കാര്യം പറഞ്ഞു. എന്റെ പേരക്കിടാവിന്റെ കല്യാണ നിശ്ചയം എന്നെ അറിയിക്കാൻ നടത്താൻ ഞാൻ എന്നെ പട്ടിയ. സബ് ഇൻസ്പെക്ടർ സുശീലന്മാരി നിമിഷം ഇറങ്ങും. എന്താ എന്ത് പറ്റി?
കുഞ്ഞമ്മാവ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. കൊച്ചുമോളെ കല്യാണം വെച്ച് അറിയിക്കില്ല, പിണങ്ങി പോവാന്ന്. അതിന് നമ്മൾ ചടങ്ങായിട്ടൊന്നും നടത്തുന്നില്ലല്ലോ. അതെ, അതെ. ഈ മുകുന്ദേട്ടന്റെ ഓരോ രീതികളാണ്. എടി, എന്റെ കുടുംബം ഏതാന്ന് അറിയാമോ നിനക്ക്? എന്റെ അച്ഛനാരാന്ന് അറിയാമോ നിനക്ക്? അയ്യോ, അതൊക്കെ മറന്നുപോയോ? അൽസിമേഴ്സ് രോഗമാ, മറവിയുടെ അസുഖം. ഇപ്പം കയറി വന്ന ഈ എംബോക്കിയോട് പറയാം, എന്നോട് പറയത്തില്ലല്ലേ? നിങ്ങൾ ആ ചെയ്താലും കൂടെ നടത്തടി. ഇത് പറ്റി പുള്ളി ഭാഗമൊക്കെ എടുത്ത് അച്ഛനാരാന്ന് കണ്ടുപിടിക്കാൻ പോവുക. എടാ, എന്റെ അച്ഛനെ പ്രശ്നം വെച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലടാ എനിക്ക്. CP രാമസ്വാമി അയ്യര്. അങ്ങേരെങ്കിൽ അങ്ങേര്, ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. എടാ, CP രാമസ്വാമി അയ്യര് പട്ടും വളയും കൊടുത്ത് ആദരിച്ചതാടാ എന്റെ അച്ഛനെ. CP ഇങ്ങനെ അച്ഛനെ പുട്ടും കടലയും കൊടുത്ത് ആദരിച്ചതിന് ഇപ്പൊ ഞങ്ങളെന്തോ വേണമെന്നാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ ഇവിടുത്തെ അമ്മായിച്ചനും ഞാൻ ഇവിടുത്തെ കുഞ്ഞമ്മാവനുമാ, അതറിയാമോ? എന്റെ പേര് കിടാവിന്റെ കല്യാണ നിശ്ചയം എന്നെ അറിയിക്കാൻ ഇയാൾ നടത്തും. അതിന്റെ സത്യം ഉണ്ണാൻ എന്റെ പട്ടിയെ പറഞ്ഞു വിടാൻ ഞാൻ പട്ടിയെ. ഈ സാധനം കുഴിയിൽ പോയി കാണുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. കുഞ്ഞമ്മാവനെ കുറിച്ച് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചത്. നിനക്കെന്നെ പറ്റി ഭയങ്കര മതിപ്പായി. 10-25 കൊല്ലം കാണാതിരുന്നത് കൊണ്ടും കയ്യിലിരിപ്പ് അറിയാവുന്നത് കൊണ്ടും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും. നിന്റെ അച്ഛൻ എന്തിനാണ് പണിക്ക് പോയത്? മോതിരം മാറ്റം പറഞ്ഞില്ലെന്ന്. നീ അതെന്തിനാ അച്ഛനോട് പറയാൻ പോയി? ഞാൻ പറഞ്ഞല്ല, ഇപ്പൊ കൊണ്ടുവന്ന ചക്ക ഉടനെ തന്നെ വേവിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അബദ്ധത്തിന് കുഞ്ഞമ്മാവനോടൊന്ന് പറഞ്ഞു പോയി. കുഞ്ഞമ്മാവനെ കൊണ്ടുള്ള സഹായം ആരംഭിക്കുന്നതേ ഉള്ളു. നിന്റെ അച്ഛൻ ഈ പണിക്ക് പോക്ക് അടിക്കടിക്കുള്ളതേ. മോളെ കല്യാണം ആവുമ്പോൾ വരും, നീ വിലവിക്കണ്ട. പിന്നെ കുഞ്ഞമ്മാവ, നമ്മുടെ ഗോമതി ഒരു അംഗനവാടി നടത്തുവാറിഞ്ഞോ? ഏതൊക്കെ ഗോമതിമാരെ അറിയിക്കൂ. പണ്ടിവിടെ സത്യക്കരയിരുന്ന ഗോമതി ഇങ്ങോട്ട്. അത് പിന്നെ നമ്മുടെ കൊച്ചനപ്പ വരും. കൊച്ചനൊക്കെ വരും. ഈ അന്ധകരണമൊക്കെ കാണിച്ചിട്ട് കൈയേക്കാതെ വലിനീളുന്ന എന്താ? അപ്പൊ നിങ്ങൾക്കും എന്നെ വിശ്വാസമില്ല. അന്നും കുടുംബക്കാരെ വിശ്വസിക്കാഞ്ഞത് കൊണ്ടാ എനിക്ക് നാട് വിട്ടു പോകേണ്ടി വന്നത്. നിരപരാധിയും നിഷ്കളങ്കനുമായ ഒരു പാവം യുവാവിന്റെ ഭാവിയാ നിങ്ങളൊക്കെ ചേർന്ന്. നിരപരാധിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. 10-24 വയസ്സുള്ള ചെറുക്കൻ ഇവിടെ നടപ്പുണ്ട്. കുഞ്ഞമ്മാവന്റെ തനി പകർപ്പ്, ഇതേ ഗുണം, ഇതേ സ്വഭാവം, ഇതേ നേരണം. അവന്റെ മുന്നിലേക്ക് ചെന്ന് പെട്ടേക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ഈ വരവിൽ എന്റെ ഉയിര് സേഫ് അല്ല. ചെറുക്കൻ എന്തും നേരിടാൻ തയ്യാറായി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. കാരണവന്മാരുണ്ടാക്കുന്ന ഓരോ അപകടങ്ങളെ. എടാ, ഞാൻ നിന്റെ അമ്മയുടെ ആങ്ങളയാ. ഇപ്പൊ എന്റെ കുഴപ്പമല്ലല്ലോ. എടാ, പഴയതൊന്നും മറക്കരുത്. എന്നെ കാട്ടി 10 വയസ്സിന് ഇളയതാ നീ. നിന്നെ സൈക്കിളെ കയറാൻ പഠിപ്പിച്ചത് ആരാ? നിന്നെ സിനിമ കാണിക്കാൻ കൊണ്ടുപോയിരുന്നത് ആരാ? കൊച്ചിയിലെ കുഞ്ഞമ്മാവോ കുഞ്ഞമ്മാവോ എന്ന് പറഞ്ഞ് പുറകെ നടന്നിരുന്ന നീ ഇപ്പം വലിയ ആദ്യമായെന്ന് കരുതി എന്നെ കയറി ഈഞ്ഞാനിക്കരുത് കേട്ടോ. എവിടെ ആയിരുന്നു 10-25 കൊല്ലം? അത് മക്കളെ, അതെ, ഈ ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കുകയെ 3 വർഷം പട്ടാളത്തിൽ ചേർന്ന് ജോലി ചെയ്തു. സ്റ്റോറിൽ സാധനങ്ങൾ അടിച്ചു മാറ്റി വിറ്റു, പിടി വീണു, കോർട്ട് മാർഷലിൽ ജയിലിൽ. പിന്നെ ഞാൻ മോചക്കാരനാണോ? അവിടുന്ന് ഗൾഫിൽ പോയി, ബഹ്റിനില് അറബിയുടെ പെണ്ണുപിള്ള കുളിക്കുന്നിടത്ത് എത്തി നോക്കി. അത് പിന്നെ ഈ കണ്ടകശനി സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നും മക്കളെ. പിടി വീണു, വീണ്ടും ജയിൽ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ നിമിഷം വരെ ജീവിതം സംഭവം ബഹുലമായിരുന്നു. ഞങ്ങളെ ഇവിടെ ഒരുമാതിരി മാന്യമായിട്ടൊക്കെ കഴിയുക. ജീവിതം ഇനി അധികം സംഭവം ബഹുലമാക്കരുത്. മാറ്റിമക്കളെ, സമൂലം മാറി. അമ്മാവനിപ്പോ ആരാന്നാ നിന്റെ വിചാരം? അല്ലെങ്കിൽ തന്നെ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? നീ അനുഭവിക്കുമോ? അഖില, ഞാൻ ചരിത്രം സൃഷ്ടിച്ച് നാട് വിടുമ്പോ നിനക്ക് 5 വയസ്സാ. ഞങ്ങൾക്ക് നിങ്ങളൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. എന്താണ്? നീ പറഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. 41 ദിവസം ഒരു വൃതം പോലെയായിരിക്കും കല്യാണത്തിന് ഒരുങ്ങുക എന്നൊക്കെ പറയാറ്. ആമേ, മാതാപിതാക്കളുടെ ആത്മാവിനെ സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ പരസ്പരം മോതിരം മാറും.
ശേഷം അവർ അസ്ഥിത്തറയിൽ വിളക്ക് കൊടുത്തു. ഞാൻ എന്റെ സഹോദരിയോടും നിന്റെ അച്ഛനോടും കടപ്പാട് തീർത്തതിന്റെ ആഘോഷമാണ്. ആ ഓർമ്മകൾക്ക് മുന്നിൽ നിന്ന് ആരംഭിക്കണം വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ. ഞങ്ങളെ കൂടാതെ ഈശ്വരനും ഇവന്റെ മാതാപിതാക്കളും മാത്രം സാക്ഷ്യം പകർത്തിക്കണമെന്ന് ആഗ്രഹിച്ച ചടങ്ങിലേക്കാണ് ഒരു അതിഥിയായി മോളെത്തിയത്. നന്നായി. നാട്ടിൽ എവിടെയാ മോള്? ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. അങ്ങനെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് തൊഴുതു വരും രണ്ടാണ്. വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കണം. അതിന്റെ കൂട്ടുകാരി അത്യായിട്ട് അങ്ങയെക്കുറിച്ച് എപ്പോഴും അഖിലം പറയും. അമ്മാവനല്ല ദൈവമാണെന്ന്. അവന്റെ 5ാമത്തെ വയസ്സിൽ മാതാപിതാക്കളുടെ എരിയുന്ന ചിതയ്ക്ക് മുന്നിൽ നിന്ന് വാരിയെടുത്ത് ആത്മാവിലിട്ടതാ. ഞാൻ അവനെ പ്രതി വളരെ സന്തുഷ്ടനാണ്. മക്കളുടെ വിജയമാണ് മാതാപിതാക്കളുടെ സന്തോഷം. നിങ്ങൾ സംസാരിക്കും. ഇനിയും 41 ദിവസങ്ങൾ. മുറപ്പെണ്ണാകുമ്പോൾ കൗതുകങ്ങൾ കുറവായിരിക്കും. ഡിവോട്ടഡ് ലവ് ആനിങ്ങളുടേത്. വിശുദ്ധ പ്രണയം. ഇവളെനിക്ക് സ്വന്തമാകുന്ന നിമിഷങ്ങൾ വിനാഡികൾ എന്ന് കാത്തിരിക്കുകയല്ല. നീ പിന്നെന്താ പറ? ഈ വിവാഹം എങ്ങനെ നടക്കും? എന്താ? എനിക്ക് എങ്ങനെ നിന്നെ വിട്ടുകൊടുക്കാൻ കഴിയും? എന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞിനെ അടക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. രാജഗിരി വിശ്വനാഥന്റെ മകൾ ഞാനെങ്ങനെ പ്രതികരിക്കണം? പറ, എങ്ങനെ പ്രതികരിക്കണം? നീ തീരുമാനിക്കുക. നീ തീരുമാനിക്കണം. ഇതുവരെ ആ ശങ്കരനാരായണ മക്കളുടെ വീട്ടിലൊന്നും പോയി വിളിച്ചില്ലല്ലേ? കഴിഞ്ഞ 10 ദിവസമായിട്ട് നടക്കുക. വളരെ വേണ്ടപ്പെട്ടവരെ ഫോണിൽ വിളിക്കാന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കോ? എന്നാ പിന്നെ സ്വന്തം മോടെ കല്യാണത്തിന് ഒരു ലിസ്റ്റ് എഴുതി BSNL കമ്പനി ഏൽപ്പിക്കാം.
അവര് പിടിച്ചോളൂ. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? സംസ്ഥാനം മൊത്തം വിളിക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ പേര് കുറിച്ചാണ്. ഇതാ ഇപ്പൊ നന്നായി. വിട്ടുപോയ പലരും കൊണ്ടൊന്നും പറഞ്ഞേ നിങ്ങളും കുറെ പേര് കുറിച്ചേർന്നില്ലേ? അത് പിന്നെ ഇന്ന് ഇതെന്ത് പറ്റി? എന്തു പ്രശ്നമുണ്ട്? എനിക്കറിയരുതോ? എന്റെ മുകുന്ദ സാറേ, ഞാൻ ചെല്ലുന്ന പല വീട്ടിലും എനിക്ക് മുമ്പേ നിന്റെ തത്ത കയറി ഇറങ്ങുക. ഇവിടുന്ന് പിണങ്ങി പോയ ആ സാധനം നമ്മളെ അറിയിക്കാതെ കല്യാണം വിളിക്കാണ്. ഇരട്ടി പണിയായി. മോളെ വിളിച്ചു പറഞ്ഞേ കുറെ ചെനക്ക് തവള കൊണ്ട് കൊടുത്തതാ. അതുകൊണ്ട് നടക്കുമായിരിക്കും. എന്നാ ഈ പുലിസ് എങ്ങോട്ടാ പോകുന്നത് നടത്തിയിരുന്നെങ്കിൽ നമുക്ക് ആ വഴി പോകാതിരിക്കാമായി. എന്നെ പറ്റിയാ പറയുന്നത് അല്ലേ? ഇവിടെ ഇയാൾ മാത്രമേ ഉള്ളൂ പോലീസ്. ഇപ്പൊ അങ്ങനെയാണെങ്കിലും എനിക്ക് അഹങ്കാരം ഒന്നുമില്ല. അഖിലിന്റെ വിവരം എന്തുണ്ട്? മോൾ ആകെ വിഷമത്തില്ല. എടാ, കല്യാണം വിളിക്കുന്ന കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കുഞ്ഞമ്മാവനോട് പറ എത്ര സ്ഥലത്ത് പോയി വിളിക്കണം. കല്യാണത്തിനെ ആളെ ക്ഷണിക്കാനാ, അല്ല അവര് വരാതിരിക്കാനല്ല. ഒരു കുഞ്ഞമ്മാവൻ. എടാ, ഈ കുടുംബത്തിൽ ഇത്ര ഉത്തരവാദിത്തമുള്ള ഒരുത്തൻ ജനിച്ചിട്ടുണ്ടോ? നിനക്ക് ഈയിടെയായിട്ട് എന്നോട് ഒരു ബഹുമാനവും ഇല്ല. ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടവൻ ഇരുന്നാൽ ചൊരക്കേണ്ടവൻ ചോരയ്ക്കും. നീ എന്നാ ചൊര തുടങ്ങിയത്? കുഞ്ഞമ്മാവൻ അറിഞ്ഞില്ലല്ലോ. കുഞ്ഞമ്മാവ ഒരു പെൺകുച്ചിന്റെ കല്യാണക്കാരി സംസാരിക്കും. അത് തന്നെ കുഞ്ഞമ്മാവന് പറയുന്നത്. സുമിത്ര മോൾ എന്തിനാ വിഷമിക്കുന്നേ? മുകുന്ദനെ വിളിച്ചിട്ട് അവൻ എന്തു പറഞ്ഞു? അവൻ വരും എന്ന് വരുമെന്നാണ്. കല്യാണം കഴിയാതെ മടങ്ങി പോകില്ലെന്ന് പറഞ്ഞു വന്നവൻ പിറ്റെന്ന് മുങ്ങി. ഈ ഉത്തരവാദിത്വം ഇല്ലാത്തവനെ കൊണ്ടൊക്കെ പെണ്ണ് കെട്ടിക്കേണ്ട കാര്യം എന്താ? ആര് പറഞ്ഞു അവന് ഉത്തരവാദിത്വമില്ലെന്ന്? എടാ, ഇതിൽ കൂടുതൽ പിന്നെ ആര് പറയണം? കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ചില കാര്യങ്ങളിൽ എനിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ആരെങ്കിലും പറഞ്ഞാലേ അതിന്റെ ക്ഷീണം ഈ കുടുംബത്തിനല്ല, എനിക്കാ. പളനിക്ക് പോകാൻ നേർച്ചയ്ക്ക് വന്നതായിരിക്കും. മൂപ്പിലാൻ എന്താന്ന് വെച്ചാൽ കൊടുത്തു വിടും മക്കളെ. നിങ്ങളിങ്ങനെ മിണ്ടാതെ നിന്നാലോ? എവിടുന്നാ? ആരാ? നിന്റെ തന്ന. നിനക്ക് വേറെയില്ലാതെ കാര്യങ്ങൾ മനസ്സിലായോ? നീ എന്റെ മോളായത് കൊണ്ടാ. ഇവിടെ കള്ള നീ നാട് മുഴുവൻ നടന്ന് എന്റെ മോളെ കല്യാണം ക്ഷണിക്കുന്നില്ല. ഇയാളെ മോളോ? എന്റെ പേരെ കിടാവാനും ചേട്ടാ ഇയാളുടെ മോളായത്. എന്താ സംശയമുണ്ടോ? ഇയാള് വലിയ ആർഡിയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ സുശീലക്കാർക്ക് അതൊരു പ്രശ്നമല്ല. എന്റെ തറവാട്ട് മഹിമയെ. ചുമ്മാ ഇരിക്കണേ. എന്തുവാടാ ഇപ്പോഴും എന്നെ കണ്ടാലേ ഇങ്ങനെ ഇരിക്കുക? കോച്ചിലക്കാളെ കൂട്ടിരിക്കുക. അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. പിണങ്ങി പോവാന്ന് പറഞ്ഞ് പോയിട്ട് നാളെ ഇല്ലാതെ കയറി ഇറങ്ങി കല്യാണം വിളിച്ച് നടക്കുക. നീ അങ്ങനെ പറയണപടി ജന്മം നിന്ന് കഷ്ടപ്പെട്ട് വളർത്തി ചൊവ്വുള്ള ഒരുത്തന്റെ കൂടെ കെട്ടിട്ട് വിട്ടപ്പോ നീ ഒക്കെ പറയണം ഇങ്ങനൊക്കെ. ചൊവ്വുള്ളവൻ ആരാ? ആദ്യോ എന്റെ അനുഗ്രഹൻ. ഈ വാസുദേവന് ജോലിയും കൂലിയും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ നിർത്തിയ ചിന്നു മുടിക്കുന്നില്ലോടി. അതിന് മൂപ്പിലാന് നട്ടമൊന്നും ഇല്ലല്ലോ. പണ്ട് നീ നാട് വിട്ടു പോകുന്നതിനും എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇടിയേശിയ തെങ്ങ് പോലെ നീ ഉണങ്ങിപ്പോയേനെ. അതിനിക്കട്ടെ കല്യാണം വിളിയൊക്കെ ഏതൊക്കെ വരെയായി? വിവാഹ തലേന്ന് വരെ വിളി കാണുമായിരിക്കും. ഉത്തരവാദിത്തങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഞാൻ നടത്തിത്തരാൻ കാര്യങ്ങൾ. അങ്ങനെയുള്ള ഗതികേട് തുണിയിലെന്നാണ് ഒച്ചമോക്ക് ഉണ്ടായിട്ടില്ല. അതിനൊക്കെയുള്ള പ്രാപ്തി എനിക്കുണ്ട്. അമ്മാവൻ ഏജ് ഓവർ ആയതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ നടത്താം. ഇനിയിപ്പോ നീ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. എന്തോ ചെയ്യണമെന്നാ? വൈകിട്ട് അത്താഴം കൊടുക്കുമ്പോൾ ഇത്തിരി എരിവശം കലക്കി രണ്ടിനൂടെ കൊടുക്കും. കല്യാണം ഭംഗിയായിട്ട് നടക്കും. സമാധാനമായല്ലോ അല്ലേ? എന്നെ പറയിച്ചപ്പോ സമാധാനമായല്ലോ. പ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവേകം വേണം, വിവേകം. അഖിലിനെ വിളിച്ചിട്ട് എന്തായി? അവൻ സെൽ ഓഫ് ചെയ്തിട്ടിരിക്കുക. മോൾ അവനെ കാത്തിരിക്കാതെ നീ പോയി ഫ്രണ്ട്സിനെ കൊണ്ടിരിക്കും. വിളിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല. അവന് വേണമെങ്കിൽ വന്ന് വിളിക്കട്ടെ. എന്തൊക്കെ പ്ലാൻ ചെയ്തത് അവൻ. എന്നിട്ട് ഇനി ചെറുക്കന് വല്ല ഗായിപ്പും മറ്റും ഉണ്ടോ മക്കളെ? ആ കരുതാങ്കോട്ടൊന്നും ഉണ്ടായിരുന്നു. അല്ല, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്തും കണ്ടുമൊക്കെ ശീലമുള്ളതാ കുഞ്ഞമ്മാവൻ. അത് വേണ്ട. അവനെ ഞാനാ വളർത്തിയത്. അച്ഛൻ വിളിച്ചു അഖിലിനെ. അത് പിന്നെ വിളിച്ചു. എന്നിട്ട് അത്യാവശ്യമായ എന്തെങ്കിലും തിരക്കുകൾ വന്നു കാണും. നമ്മളത് മനസ്സിലാക്കട്ടെ. ഞാൻ വിളിക്കുമ്പോ ബാംഗ്ലൂരില, ഡൽഹിയില, മലേഷ്യയില എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ, അവൻ അങ്ങനെ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവന് കല്യാണം കഴിക്കാൻ സമയമില്ലാത്തവന് ജീവിക്കാൻ സമയം കാണുമോ മക്കളെ? മോളവാ, ഇവരാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോളെ വിഷമിപ്പിക്കും. അച്ഛൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മോൾ ആരെ എന്തിനെ പേടിക്കണം? എന്താണ് ഈ മക്കളെ ഇതൊക്കെ? അഖിലും വന്നിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് മടങ്ങിയതാ. മോൾ അതിന്റെ വിഷമത്തിലാ.
എന്തെങ്കിലും കഴിക്കണ്ടേ? അച്ഛൻ വന്നോളൂ. എന്തുവാണ് തൊലിക്കട്ടി പരിശോധിച്ച് നോക്കിയതാ. പിണങ്ങി പോയിട്ട് ഒരു ഉടുപ്പും ഇല്ലാതെ നാണം കെട്ട് കേറി വന്നിരിക്കുന്നു. അതെ, എനിക്ക് 7 പെൺമക്കളാണ്. ഏറ്റവും ഇളയവളായി ഇത്. 6 മരുമക്കള് കടന്നു വന്നപ്പോഴും മരുമക്കളായിട്ടേ തോന്നിയിട്ടുള്ളൂ. മറിച്ച് മുകുന്ദൻ, അവൻ എനിക്ക് മരുമോനല്ല, മോന. കലഹിക്കുമ്പോ എടോന്നും ഇയാളെന്നും ഒക്കെ എന്നെ വിളിക്കുന്നെന്നും ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. 10 ദിവസത്തിൽ കൂടുതലൊന്നും അവനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുള്ളൂ. പെമ്മക്കൾ എനിക്ക് 7 ഉണ്ട്, പക്ഷേ മോനൊന്നേ ഉള്ളൂ. വലിയ തറവാട്ടുകാരൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആരും അന്വേഷിക്കുന്നു കേട്ടോ. വിമൽകുമാരാണ് വന്ന് നിൽക്കുന്നത്. വാസുദേവൻ എവിടാടാ? നിന്റെ പേരാണല്ലോടാ വിളിച്ചു പറയുന്നത്. അത് പിന്നെ ഇവിടെ പേരും പെരുമേ എനിക്കല്ലേ ഉള്ളൂ, അതുകൊണ്ടാ ഞാൻ നോക്കാൻ. അയ്യോ വല്യമ്മാവൻ എനിക്കൊരു വാക്ക് തരണം. ഏത് വാക്ക്? അതല്ല, എനിക്കൊരു ഉറപ്പ് തരണം. എന്തുവാണ്? ഈ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടായാൽ വല്യമ്മാവൻ എന്ത് ചെയ്യും? എങ്ങനെ നേരിടും? ഞാൻ അതാ എന്റെ ബലം. പുറത്ത് വന്ന് നിൽക്കുന്നത് ഒരു കുടുംബ പ്രശ്നമാണ്. അവൻ ഇവിടെ വന്ന് എന്നെ അന്വേഷിച്ചാ ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞിട്ട് കാര്യം താല്പര്യമുണ്ടെങ്കിലും അങ്ങനെ പറയാമോടാ? പറയണം. ചുരുങ്ങിയ പക്ഷം ഞാനിവിടെ ഇല്ലെന്നെങ്കിലും പറയണം. പ്ലീസ് അമ്മാവ, തല പോയാലും ഞാനിവിടെ ഉണ്ടെന്ന് പറയരുത്. ഞാൻ മുങ്ങി എന്താടാ വിളിച്ചു ചോദിച്ചിട്ട് ആരും ഒന്നും പറയാത്തത്? വാസുദേവനല്ലേ ഒറ്റ ഇവിടെ? ഇവിടെ ആണുങ്ങളാരും ഇല്ലെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ അവനെ ഇറക്കി വിടുമ്പോല്ലേ? എന്റെ അമ്മയെ ചതിച്ചവനെ കൊടലെടുക്കും ഞാൻ. ആരാച്ചാ മോള് വന്ന് പറഞ്ഞ് പുറത്തവരെ ബഹളം വെക്കുന്നത്? ഇവിടെ നിൽക്കുമ്പോ ആര് വന്ന് ബഹളം വെക്കാൻ? അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ അകത്ത് പോ. അച്ഛനെ വിളിക്കാൻ മുത്തശ്ശ. വേണ്ട, കണ്ട പേടിയാവോ? അവനെ ഞാൻ പേടിപ്പിച്ചു വിട്ടോളാം. നിങ്ങൾ അകത്ത് പോ. ഇതേതാടാ ഈ മുതല്? മുതലേ അല്ല, കരിമ്പൂച്ച. കരിമ്പൂച്ചയാ ഞാൻ. നീ എന്താണ് തുണി ഉടുക്കാതെ പോകുന്നത്? ഇതെന്റെ യൂണിഫോമാ. എങ്ങനെയുണ്ട്? കൊള്ളാം. കാക്ക അണ്ടർവെയർ ഇട്ടത് പോലെ ഉണ്ട്. നമ്മുടെ അച്ഛനെത്തി. എന്റെ അച്ഛൻ ചത്തിട്ട് കൊല്ലങ്ങളായി. അതെനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്റെ അച്ഛന്റെ കാര്യമാണ് ചോദിച്ചത്. നിന്റെ അച്ഛൻ ഇവിടുത്തെ പത്തായത്തിലാണോടാ? പത്തായത്തിലായാലും കൊട്ടാക്കിയിലായാലും എനിക്ക് പ്രശ്നമല്ല. അങ്ങേരെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. എന്തുവാടാ നിന്റെ അച്ഛന്റെ പേര്? അങ്ങേരുടെ പേര് പറഞ്ഞാലേ എന്റെ നാക്ക് ചൊറിയും. അതെന്താ ചേനയെന്നാണോ നിന്റെ അച്ഛന്റെ പേര്? ചേനയായാലും ആനയായാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു പോയി. അത് ശരി. അപ്പൊ നീ നിന്റെ അമ്മയ്ക്ക് ചെലവിന് കൊടുക്കത്തില്ല, വാക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ആക്കരുത് മൂപ്പിലെ. ഞാൻ ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഇടിച്ച് ചാച്ചുകളെ ഞാൻ വിളിക്ക് മാത്രവനെ കുത്തി കൊടലെടുത്തിട്ട് പോട്ടെ. പോയിട്ട് വേറെ പണിയുള്ളതാ. എന്തുവാടാ നീയും അവനുമായിട്ട് പ്രശ്നം? ഞാനുമായിട്ടല്ല, എന്റെ അമ്മയായിട്ടാ പ്രശ്നം. എന്റെ അമ്മ എനിക്ക് കൊട്ടയം തന്നിരിക്കുക. അങ്ങനെ തട്ടിട്ട് എന്നാൽ വയറ് കുറച്ച് പൊറോട്ട ഇറച്ചി മേടിച്ചു തരാവുന്ന വിളിക്കങ്ങേരെ. ഈ വീട് ഏതാണെന്നറിയാവോ നിനക്ക്? ഞാൻ ആരാണെന്നറിയാവോ നിനക്ക്? ബന്ധം പറഞ്ഞെന്നെ കിളത്താൻ നോക്കുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മ ഇവിടെ സത്യാഗ്രഹത്തിന് വന്നപ്പോ ഒരു ചാക്കരിയും വേണ്ടുന്ന സാധനങ്ങൾ കൊടുത്ത് പറഞ്ഞു വിട്ട പുള്ളികളാ നിങ്ങൾ. അതിനെ 25 വർഷങ്ങൾക്ക് ശേഷം ഇരുട്ട് വാക്കിന് എന്റെ വേദിക്ക് വന്നു നിന്ന് എന്റെ അമ്മയെ എന്ന് വിളിക്കുന്നു. എന്റെ കോമതിയെ ഞാൻ ആടിയെന്ന് വെട്ടുകത്തി എടുത്തോണ്ട് എന്റെ അമ്മ ഇറങ്ങി ചെന്നപ്പോ വീടും കൊണ്ടോടി രക്ഷപ്പെട്ടത്. മര്യാദയാണോ? ഇങ്ങനെ പറ, മര്യാദയാണോ? അങ്ങനെ അന്തസ്സുള്ള നന്ദയായിരുന്നെങ്കിലേ ഒരു ഫുൾക്കുപ്പി റമ്മും 10-12 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയൊക്കെ മേടിച്ചോണ്ട് വന്ന് മോനെ വിമൽകുമാറെ, കാലങ്ങൾക്ക് ശേഷം അച്ഛൻ വന്നിരിക്കുക, ഇതാ നിനക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞേ. ഇല്ല മൂപ്പിന്ന് പറ. ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല കേട്ടോ, നീ വാസുദേവന്റെ മകൻ തന്നെ. ഞാൻ അച്ഛനെ തെളിയിക്ക് സർട്ടിഫിക്കറ്റ് വന്നതല്ല, വിളിക്കങ്ങനെ. എടാ അവൻ ഇവിടെ ഇല്ല. അത് ശരി, എങ്കിലും ഇവിടെ ഇരിക്കാം, വന്ന് കണ്ടിട്ടേ പോണുള്ളൂ. ആണുങ്ങൾ വരുന്ന വീടായോ? പിന്നെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതോ? വരത്തുക അല്ലേ? കൊട്ടേഷൻ പണി നടത്തി ജീവിക്കുന്നവനാ ഞാൻ. ഒരുപാട് എസ്ഐമാരെ കണ്ടവനാ ഞാൻ. ഞാൻ എന്റെ അച്ഛന്റെ കുടലെടുക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്.
എടാ പുറത്തു പോകാൻ സമ്മതിക്കേ പേടിച്ചിട്ടുണ്ട്. പ്രായമായവരെ ബഹുമാനിക്കണമല്ലോ ഓർത്ത് ഞാൻ ഇപ്പൊ പോവുക. ഇനിയും ഞാൻ വരും. അങ്ങനെ വരുമ്പോ പറഞ്ഞേക്കണം വിമൽകുമാർ വന്നിരുന്നു. അങ്ങനെ കുട്ടി കുടലെടുക്കാതെ വിമൽകുമാറിന് വിശ്രമമില്ല. ആരോടാ നിരക്കും പത്രാസുഖത്തെ? ആരുടെയും പോയാൽ കുടുംബക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാവനായാലും ശരി, അനന്തരവനായാലും ശരി, കൊള്ളരുതാത്തവനെ അടിച്ച് വെളിയിൽ കയറണം. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ. വാസുദേവന്റെ മകനാ വന്നിട്ട് പോയത്. വിമൽകുമാർ കുത്തി കൊടലെടുക്കുമെന്നും പറഞ്ഞു. അവനെന്തിനാ അച്ഛനെ കുത്തുന്നത്? എന്നെ അല്ലടാ, അവനെ, വാസുദേവനെ. ഈ മഹാഭാവി രാത്രിയിലെങ്ങാണ്ടും ചെന്ന് അവന്റെ അമ്മയെ ചൂളമടിച്ച് വിളിച്ചെന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്കൊരു അന്തസ്സുണ്ട്. ഒരു കല്യാണം നടക്കേണ്ട വീടായി. ഈ സമയത്ത് അവൻ ഇവിടെ നിർത്തുന്നത് ബുദ്ധിയല്ല. പറഞ്ഞു വിടണം. ഇയാളെന്തോ ഒന്നും മിണ്ടാത്തത്? അല്ല അത് പിന്നെ ഉള്ളരുതാത്തവരാണെങ്കിലും അമ്മയുടെ ആങ്ങളയല്ലേ. അമ്മയുടെ ആങ്ങളായാലും ശരി, അച്ഛനായാലും ശരി, അവനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇയാളൊരു വാക്ക് പറഞ്ഞാൽ മതി. അവന്റെ മകനെ ഇവിടെ ഇറക്കി വിട്ട പോലെ ഞാൻ അവനെ ഇവിടെ ഇറക്കി വിട്ടോളാം. അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് വെച്ചാ. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അവനാണോ വരുന്നത്, ഞാനാണോ വരുന്നത്? അച്ഛൻ വന്ന് വല്ലതും കഴിച്ചേ. ഞാൻ നിന്റെ ചാപ്പാടിനെ വന്നാടി. രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. ഒന്നെങ്കിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. അമ്മായിപ്പനായിപ്പോയി. അതൊക്കെ ഞാൻ ഒന്നും മിണ്ടായിരിക്കുന്നു. എടോ ആദ്യോ മൂന്നാരെ അവനെ ഇവിടെ ഇറക്കി വിടുവാന്ന്. ഞാനെന്റെ പാട്ടിന് പോവുക. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ. വെള്ളം നിന്റെ അച്ഛനോട് കൊടുക്കണി. അനുസരണ ഇല്ലാത്തവന്റെ ഒന്നും കൂടെ സൂക്ഷിക്കണമെന്ന് ആരും നിൽക്കത്തില്ല. കുറച്ചു പേരെ കൂടി കല്യാണം വിളിക്കണം. എടാ ഞാൻ ബാത്റൂമിൽ പോകുന്നത് നിനക്ക് നാണക്കേടാണെങ്കിൽ അച്ഛനാണ് നിർത്തി നാളെ തൊട്ട് പോണില്ല. ആ കോമതിയുടെ വേദിക ചെന്നെന്തോ വിവരക്കേട് കാണിച്ചത് കേട്ടു. ഏത് കോമതി? രാത്രി അവിടെ ചെന്ന് ശൂളം അടിച്ച് വിളിച്ചത്. അടുത്ത സത്യാഗ്രഹത്തിനുള്ള വഴി ഒപ്പിക്കാണ്. കുഞ്ഞമ്മി എന്നതാണ് ഈ പറയുന്നേ? പ്രായമായില്ലയോ കുഞ്ഞമ്മാവനെ? ഇയാൾ മോനോട് വന്നിട്ട് പോയത്. അവനെ കണ്ടിട്ട് കുടതോടിച്ച് ശരിപ്പെടുത്താമെന്ന് കരുതി പോയതാ. വേലിക്ക് ചെന്ന് കോമതിയെ വിളിച്ചാന്നോ അവനെ കുടതോടിച്ച് ശരിപ്പെടുത്തുന്നത്? അതെങ്ങനാ? ഇരുട്ടത്ത് നിന്നെയൊക്കെ കണ്ട മനുഷ്യൻ പേടിച്ചു പോകും. കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു കോംപ്രമൈസിലെത്താമെന്ന് കരുതി പോയതാ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഈ നിമിഷം ഇവിടെ നിർത്തി നിന്നാണ്. കുഞ്ഞമ്മാവനെ വിശ്വസിക്കടാ. ഞാനേ ഒരാദ്യോയാ രണ്ടിനെ പിടിച്ചകത്താകും. അയ്യോ, നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ നിന്റെ അമ്മായിയപ്പൻ പാവമാണ്. അങ്ങനെ അമ്മായിയപ്പനെ അല്ല, ഇയാളെ മകൻ വിമൽകുമാറിനെ. മുകുന്ദ, അവൻ എന്നെ കുത്തി കുടലെടുക്കുമെന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. അത് ഞാൻ ചെയ്തിട്ട് ജയിലിലോട്ട് പോയാലോ? അതോടൊപ്പം പ്രശ്നമൊന്നും തീരുമല്ലോ. രണ്ട് പ്രശ്നം ഒരുമിച്ച് തീരുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശരി, വിമൽകുമാറിനെ കണ്ട് ആ പ്രശ്നം പരിഹരിച്ചിട്ട് ഞാൻ ഈ പടി കിടന്നു. വാസുദേവൻ അമ്മാവനാ പറയുന്നത്. വാസുദേവൻ പിന്നല്ലാതെ. നിന്റെ അച്ഛനും വാസുദേവൻ അമ്മാവനും ഇല്ലായിരുന്നെങ്കിൽ ഈ നിമിഷങ്ങളിൽ ഞാൻ ഉരുകി ചത്തുപോയേ. എന്തു പറ്റി മൂന്നേട്ടാ? എനിക്കെന്തോ മകന്റെ വിവാദ ദിവസം അടുക്കുന്തോറും മനസ്സിന് വല്ലാത്ത ആശങ്കയാണ്. മുകുന്ദൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടെ വിഷമിപ്പിക്കണം. മോളെ ശ്രദ്ധിക്കാറില്ലേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ മുഖത്തെ ചിരിമാഞ്ഞു സങ്കടം നിറഞ്ഞു നിൽക്കുന്നു. അഖിലിനെ വിളിച്ചാലോ? അവന്റെ സംസാരത്തിൽ എന്തെങ്കിലും സംശയങ്ങളാണ് എനിക്ക്. വിഷമിച്ചിരിക്കുവായിരുന്നു ഇവിടെ എല്ലാവരും. അതെങ്ങനെയാ? പുതിയ കാലത്തെ കുട്ടികൾക്ക് ജീവിക്കാൻ സമയമില്ല, കല്യാണം കഴിക്കാൻ സമയമില്ല. നീ എന്തെങ്കിലും വല്ലാണ്ടിരിക്കുന്നേ? വാക്ക് വ്യത്യാസം കാണിച്ചതിന് മുകുന്ദന്റെ വഴക്ക് പറയുന്നത് പേടിച്ചിട്ടാണോ? നിന്റെ അമ്മാവന് നിന്നോട് പിണങ്ങാനോ പരിഭവിക്കാനോ പറ്റുമോ ആകില്ല. കല്യാണത്തിന് തലേന്ന് വന്നാൽ മതിയായിരുന്നല്ലോ. പൊയ്ക്കോ, സമയമില്ലാത്തവ പൊയ്ക്കൊന്നു. എന്റെ ഫോൺ എടുക്കാൻ എനിക്ക് സമയമില്ലല്ലേ? എന്നോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല.
ചെയ്യാൻ. മാത്രമല്ല ഇയാളുടെ കല്യാണമാണ്. വർഷങ്ങളായി മനസ്സിൽ സ്വരുക്കൂട്ടിയെടുത്ത് ഒരുപാട് കാര്യങ്ങൾ കാണും. അതൊക്കെ നീ നിന്ന് ചെയ്യുന്നത് പോലെ എനിക്ക് പറ്റുമോ? ഒന്നിച്ച് വിവാഹം ക്ഷണിക്കാൻ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് എടുത്ത് കാത്തിരിക്കുന്നു സുമിത്ര. എത്രയോ കാലത്തിന് ശേഷം അവൾ പരിഭവിച്ച് കരഞ്ഞു കാണുന്നത് ഇപ്പോഴാണ്. ഇനി കാര്യങ്ങളെല്ലാം ഇയാളെ കൊണ്ട് ഏൽക്കണം. അതുമാവ വിവാഹം 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 നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കണം. നീ എന്താ പറഞ്ഞേ? വിവാഹം മാറ്റി വെക്കാൻ ഇതെന്താ പിള്ളകളിയാണ്? ക്ഷണക്കത്തടിച്ച് നാൾ മുഴുവൻ ക്ഷണിച്ചു കഴിഞ്ഞതിന് ശേഷം ചില അസൗകര്യങ്ങളൊക്കെ വന്നു ചേർന്നാൽ എന്താ സൗകര്യങ്ങൾ? തീരുമാനിച്ചുറപ്പിച്ച ദിവസം വിവാഹം നടക്കാൻ കഴിയാത്ത എന്താ സൗകര്യങ്ങൾ? ലീവിന്റെ ചില പ്രോബ്ലംസ്. ഞാനല്ലേ തീരുമാനിച്ച ദിവസം? ഞാനല്ലേ നിശ്ചയിച്ചത്? വേണ്ടപ്പെട്ടവരോടൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് നമ്മുടെ സാവകാശം പറ്റില്ല. മാറ്റിവെക്കേണ്ടി വന്നാൽ ഒരു ചിതയ്ക്ക് തീ കൊടുത്താൽ സമയം കാണുമോ നിനക്ക്? ഒന്നല്ല, ചിലപ്പോൾ 3 ചിത വേണ്ടി വരും. അതിന് സമയം കാണുമോ നിനക്ക്? സ്വന്തം ചിതയ്ക്ക് സ്വയം തീ കൊളുത്തുവാൻ ദൈവം വിളക്കു നീട്ടുന്നു. സ്വന്തം ചിതയ്ക്ക് സ്വയം തീ കൊളുത്തുവാൻ ദൈവം വിളക്കു നീട്ടുന്നു. അന്ധനം കാമം അനാഥ പിതാവിൻ്റെ കണ്ണിലെ വെട്ടം കെടുത്തി. സ്വന്തം ചിതയ്ക്ക് സ്വയം തീ കൊളുത്തുവാൻ ദൈവം വിളക്കു നീട്ടുന്നു. നിനക്ക് ലീവ് തരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നീ ജോലി റിസൈൻ ചെയ്യും. എന്നെ പോലൊരു IT പ്രൊഫഷൻ ഇതല്ലെങ്കിൽ മറ്റൊരിടത്ത്. അതല്ല, ഇനി ജോലി ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എന്താ തീരുമാനിച്ചുറപ്പിച്ച ദിവസം വിവാഹം നടക്കണം. ദാഹങ്ങളൊറ്റ നോട്ടത്താൽ നദിയുടെ സ്നേഹം കുടിച്ചു വറ്റിച്ചു. ദാഹങ്ങളൊറ്റ നോട്ടത്താൽ നദിയുടെ സ്നേഹം കുടിച്ചു വറ്റിച്ചു. പാപഗ്രഹങ്ങൾ പവിത്രയാം ഭൂമിയെ പാതാളമെന്നു വിളിച്ചു. ഞാൻ ആരാണ്? എന്റെ അമ്മാവനോ? അല്ല. പിന്നെ അച്ഛനോ? അല്ല. അമ്മയാണോ? അല്ല. പിന്നെ ഈശ്വരനുമപ്പുറം. ഈശ്വരനുമപ്പുറം. സൃഷ്ടാവിനെയും സൃഷ്ടിച്ച ത്യാഗമാം സർഗവിശുദ്ധിക്കു കേൾക്കാം. ആരാണു ഞാൻ നിനക്കെന്നു ചോദിക്കുന്നു താരാട്ടുപാട്ടിൻ്റെ താളം. ആരാണു ഞാൻ നിനക്കെന്നു ചോദിക്കുന്നു താരാട്ടുപാട്ടിൻ്റെ താളം. ആവശ്യക്കാരൻ ഔചിത്യമില്ലെന്ന് എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ കാണേണ്ടതായി വന്നു. മുമ്പ് പറഞ്ഞതിനപ്പുറം കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. ഞാൻ വല്ലാത്ത തിരക്കിലാണ്. എന്നെ ശല്യപ്പെടുത്തരുത്. അറിയാം, മകളുടെ വിവാഹമാണല്ലേ. SP-യുടെ വീട്ടിൽ വെച്ച് ക്ഷണക്കത്ത് കണ്ടു. പക്ഷേ നാളെ നിങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ രാജഗിരി എസ്റ്റേറ്റ് കൈവിട്ടു പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അഭിമാനം അടിസ്ഥാനം കൈവിട്ടു പോകുന്നത് പോലെ. കാരണം ഞാൻ രാജഗിരി വിശ്വനാഥനാണ്. ഞാൻ ഓഫർ ചെയ്തതിൽ കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം, ഞാൻ തരും. നിങ്ങൾ രാജഗിരി വിശ്വനാഥനാണ്.
നിങ്ങളുടെ കയ്യിൽ മണി പവറുണ്ട്, പൊളിറ്റിക്കൽ പവറുണ്ട്, എന്തുമുണ്ട്. പക്ഷെ ഞാൻ മുതിർന്നല്ല. താനാ പോകുമെന്ന് വന്നാൽ പോലും സത്യവിരുദ്ധമായി ഒരു വരി ഞാൻ കുറിക്കില്ല. സോറി, പോകണം. ഇല്ലെങ്കിൽ രാജഗിരി വിശ്വനാഥൻ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് എനിക്ക് പത്രസമ്മേളനം വിളിച്ച് അറിയിക്കേണ്ടി വരും. ഒരുപാട് വാർത്താ പ്രാധാന്യം കിട്ടിയത് ഞാൻ നാട്ടിക്കരുത്. ഞാൻ പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തേണ്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുണ്ട്. പക്ഷെ എനിക്കതിന് കഴിയില്ല. കാരണം ഇവളെന്റെ മകളാണ്. പറഞ്ഞോ, നേരിട്ട് പറഞ്ഞോ. രാജഗിരി വിശ്വനാഥിന്റെ ഏക മകളാ സുജാത. ഞാൻ പ്രഗ്നന്റാ. അതിന്റെ കാരണക്കാരൻ നിങ്ങളുടെ മരുമകൻ അഖിൽ. അഖിൽ എന്റെ കുഞ്ഞിന്റെ അച്ഛനാകുമ്പോ എങ്ങനെ ഈ വിവാഹം നടക്കും? മകളെ കാണിച്ച് ചീപ്പ് വിലപേശാൻ വന്നതല്ല എന്റെ അച്ഛൻ. ഇനിയിപ്പോൾ എന്റേതെന്ന് പറയുന്നൊക്കെയും ഇവന്റേത് കൂടിയല്ലേ സാർ? ഞാൻ കേട്ടതൊക്കെ എന്താ മുകുന്ദൻ, എന്നെ പോലൊരാളുടെ മകൾ വന്ന ഈ കാര്യത്തിൽ ഇങ്ങനൊരു കളവ്? രണ്ടിനെ കൊന്നു കളയാൻ വിചാരിച്ച ഒറ്റ മകളായി പോയില്ല. മോനെ, ഞാൻ എങ്ങനെയാ എന്റെ ദൈവമേ? കല്യാണത്തിന്റെ ത്രില്ലല്ല, നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ വീണ്ടും കാണുക, പരിചയം പുതുക്കുക, വിശേഷങ്ങൾ അറിയുക. നീ ഓർക്കുന്നോ എന്റെ കൂടെ വിഷമൂറി പഠിച്ച ആലീസിനെ? ആ ബൾക്കി പെണ്ണ് എന്നെ ലേശം പൂച്ച പെണ്ണുണ്ടയാ. ഇയാളവളെ നോക്കുമായിരുന്നു. കള്ളൻ അറിയാൻ മേലതുപോലെ നടിക്കുക. ഞാൻ ഇന്നലെ അവിടെ പോയി. എന്നെ കണ്ടപ്പോ പെണ്ണിന്റെ ഒരു സന്തോഷം. അവള് വീണ്ടും തടി വെച്ചു കേട്ടോ. പാവത്തിന് ഒരു ഗൾഫുകാരനാ കെട്ടിയത്. ഒരു മോനുണ്ട്. അവര് ചോദിക്കുവാ, നീ ഇപ്പൊ എങ്ങനെയാ പഴയ പോലെ സ്മാർട്ട് ആണോന്ന്. ഞാൻ പറഞ്ഞു, ഏയ് പഴയ വൃത്തിയൊക്കെ അങ്ങ് പോയെന്ന്. എന്താണ് ഇത്, ഒരു തമാശ ഇല്ലാത്തവരായി? അയ്യേ, എന്താ ഒരു കൗതുകമില്ലാത്തവരായി നീ മാറുന്നത്? ഒരുമിച്ച് നടന്ന് വിവാഹം ക്ഷണിക്കാന്നൊക്കെയുള്ള എന്റെ ത്രില്ലും നീ നശിപ്പിച്ചു കളഞ്ഞു കേട്ടോ. നിക്ക് ഞാനിപ്പോ ഒട്ടൊന്ന് നേരെയാക്കട്ടെ. പ്രിയപ്പെട്ട ഇണയുടെ കണ്ണിലെ കൃഷ്ണമണിയിൽ തെളിയുന്ന പ്രതിബിംബം നോക്കി മുഖം നിൽക്കാൻ കഴിയുക. അതാ പെണ്ണിന്റെ ഭാഗ്യം. കണ്ണുവെട്ടിക്കാവില്ല. പണ്ടത്തെ നിന്റെ കണ്ണുകള് അടക്കമറ്റ കടലി പോലെ തെളിഞ്ഞതായിരുന്നു. ഇന്നൊരു കള്ള ലക്ഷണം. എന്താകി നിനക്കൊരു വല്ലല്ല? പിന്നെന്താ നീ ഇങ്ങനെ ഗ്ലൂമിയായി മിണ്ടാതെ ഒരു തമാശയില്ലാതെ? എടാ അഖിലേ, ഇനി സിയാദിന്റെ ഓഫീസിൽ പോയി.
അപ്പൊ ഭയങ്കര സെറ്റപ്പാടാ. അവനെങ്ങാനും അങ്ങ് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. ശ്ശെ, ഈ തിരുവായൊന്ന് തുറന്നു കിട്ടാൻ ഞാൻ ഇനി എന്തൊക്കെ പറയണം? അഖിൽ, എന്താണ്? എന്താ നിനക്ക്? ഒരു തലവേദന. ഓ, കല്യാണപ്പനി, മാരേജ് ഫീവർ. അമ്മ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന്റെ തലേന്ന് വന്നൊക്കെ അമ്മയ്ക്ക് വയറിന്റെ അസുഖമായിരുന്നെന്ന്. കെട്ടിമേളം മുറുകിയപ്പോ ടോയ്ലറ്റിൽ പോവാൻ തോന്നിയെന്ന്. അയ്യേ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അച്ഛാ, പതിവ് പോലെ ഞാൻ തന്നെ ഇന്ന് കല്യാണം ക്ഷണിക്കാൻ പോവാ. ഇവന് ബോസ് നെറ്റിലൂടെ വരും, ഡിസ്കഷൻ, മണ്ണാങ്കട്ട എന്നൊക്കെ പറയാ. ഞാൻ ഉത്തരവാദിത്വത്തോടെ ക്ഷണിക്കേണ്ടവരെ ക്ഷണിച്ചില്ലെങ്കിലേ ഫ്രണ്ട്സിന്റെ മുഖത്ത് നോക്കാനിട്ടില്ല. ഞാനേ ഈ ഫ്രണ്ട്ഷിപ്പിനൊക്കെ വലിയ വില കൽപ്പിക്കുന്ന ആളാ. പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ പറയും, സുമിത്ര, നീ ഇല്ലാതിരുന്നോണ്ട് ഇന്നലെ ഒരു രസം ഉണ്ടായിരുന്നില്ലെന്ന്. ആ, അച്ഛന്റെ വിളികള് ഏറെക്കൂടെ തീർന്നോ? ദൈവത്തെ ഒഴികെ ഒരുമാതിരി എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു. ദൈവത്തെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ആദ്യ ക്ഷണക്ക് തവിടേക്കാ കൊടുത്തത്. അതുകൊണ്ട് മൂപ്പർ ഉറപ്പായും വരും. ഇനി ഞാൻ അച്ഛന്റെ വണ്ടി എടുക്കുക. എന്റെ വണ്ടിക്ക് ഒരു അല്പം ബ്രേക്ക് കുറവ്. സൂക്ഷിച്ചു പോകണം, ആഹാരം കഴിക്കണം. ഇത്തരം പതിവ് നിർദ്ദേശങ്ങളൊക്കെ അച്ഛൻ കുട്ടിന് എന്നും നൽകാറുള്ളതല്ലേ. ഇന്ന് പുതുതായിട്ടെന്താ? എന്താ കണ്ണുകളിലൊരു നനവ്? ഒന്നുമില്ല. മരിക്കും വരെ എന്നെ പിരിയാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഈ ബോർഡ് തന്നെ എന്നെ കെട്ടിച്ചു കൊടുക്കുന്നത്. ഇവൻ 2 നിമിഷം വഷളായിക്കൊണ്ടിരിക്കുക. സന്തോഷത്തിന്റെ തിരുനാളും ഞാൻ എങ്ങനെ ഊതിക്കെടുത്തും? ജന്മസുഖം പോലെ മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നം കളവ് പോയെന്ന് ഞാൻ എങ്ങനെ പറയണം? 81 വയസ്സ് കഴിഞ്ഞ അവിടെ മുത്തച്ഛൻ പേരക്കിടാവിന്റെ വിവാഹം ഈ നാട് മൊത്തം നടന്ന് ക്ഷണിക്കുക. ഞാൻ എന്താ വേണ്ടത്? അമ്മ പറ. എന്നോട് ചോദിച്ചിട്ടാണോ നീ? ഞാൻ അവർക്കൊക്കെ എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയും? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കണ്ടപ്പോൾ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? ഈശ്വര, പുലരുമ്പോ ജീവനുണ്ടാകുന്നു. ഒന്നും വേണമെന്ന് കരുതിയായിരുന്നില്ല മക്കളെ. ഞാൻ നിന്നെ വളർത്തിക്കൊണ്ട് വന്നത് എനിക്ക് വേണമെന്ന് കരുതിയാണ്. ഞാനെന്താ വേണ്ടത്? മരിക്കണം. എങ്ങനെ പരിഹരിക്കും നമ്മുടെ? എന്താ ഒരു പ്രതിവിധി? പരിഹരിച്ചിടാവേ. ഗോമതി ഹാപ്പി, വിമൽ കുമാർ ഹാപ്പി, ഞാൻ ഹാപ്പി. നീ ഹാപ്പിയാണോ? ആലാപനത്തിലൂടെയാണ് എനിക്ക് ഈ അവാർഡ് ലഭിച്ചത്. അതിന് ഞാൻ വളരെയധികം പേരോട് കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ക്രിസ്തീയ ഭക്തിഗാന രംഗത്തേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റർ സുധ. നിസ്സീമമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. ഈ നാടകത്തിൽ പങ്കെടുത്ത ഇതിൻ്റെ ശില്പികളെ ഒന്ന് പരിചയപ്പെടുത്താം. കഥാപാത്രങ്ങളും വേഷമിടുന്നവരും: RDO മുകുന്ദൻ നായർ, തോമ്പിൽ രാജശേഖരൻ, സുശീലൻ നായരും അഖിലും, വൈക്കം ബിനു, രാജഗിരി വിശ്വനാഥൻ, ജോയ്സ് രാമപുരം, വാസുദേവനും വിമൽകുമാറും, പ്രമോദ് വെളിയനാട്, ഭാമ വിജയമ്മ, സുമിത്ര, ജൂലി ബിനു, സുജാത, സ്മിത റാംസിംഗ്. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര. ഗാനങ്ങൾ ഏഴാച്ചേരി രാമചന്ദ്രൻ. സംഗീതം ഫാദർ ജെയിംസ് വെണ്ണായിപ്പള്ളി. പശ്ചാത്തല സംഗീതം ആലപ്പി വിവേകാനന്ദൻ. രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ. റെക്കോർഡിംഗ് പാലാ കമ്മ്യൂണിക്കേഷൻസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ. പാടിയവർ സുദീപ് കുമാർ, വാഴൂർ സാബു, നയന. പശ്ചാത്തല സംഗീത നിയന്ത്രണം സുരേഷ് ചമ്പക്കുളം. ദൈവനിയന്ത്രണം ഹർഷൻ വെളിയനാട്. പരസ്യകല കബീർ എൻസൈൻ. കേശാലങ്കാരം പ്രകാശ് വിക്സ് ചേർത്തല. രംഗമൊരുക്കുന്നവർ ശങ്കരൻകുട്ടി, ആനന്ദ്. ഗതാഗതം അലക്സ്. നിർമ്മാണം ഫാദർ ജെയിംസ് വെണ്ണായിപ്പള്ളി.
സംവിധാനം വക്കം ഷക്കീർ. അന്വേഷണങ്ങൾക്ക് സെക്രട്ടറി, പാലാ കമ്മ്യൂണിക്കേഷൻസ്, ഷാലോം പാസ്റ്ററൽ സെന്റർ, പാലാ. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നും നല്ല സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് കടലോളം കനിവ് തുടരുന്നു. നമ്മുടെ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ ഇവിടെ ഇല്ല. ഇവിടെ, 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 ഇവിടെ. എന്താ മാക്രിയെ വിഴുങ്ങിയോ? ജീവനുള്ള കുറെ സാധനങ്ങൾ അകത്ത് കിടക്കുക, അതിന്റെ എങ്ങനെ? അതാ ചോദിച്ചത്, മാക്രിയെ വിഴുങ്ങിയോന്ന്. ഏലക്ക, ജാതിക്ക, കോവയ്ക്ക, പേരയ്ക്ക, ഞണ്ട്, വണ്ട്, അട്ട, പൊളവൻ, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഞാൻ തന്നെ ബാറ്റിയിൽ നിന്നും 2 അടിച്ചിരിക്കുക. അത് വയറ്റിൽ കിടക്കുന്ന പറഞ്ഞു പോകുന്നതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഇത്. എന്തിനാ അച്ഛനെ അന്വേഷിച്ചത്? വീണ്ടും പേരിക്ക് വന്നത് ചൂളടിച്ചോ? അതെനിക്ക് പ്രശ്നമല്ല. അയാളായി അയാളുടെ ഭാര്യയായി. പക്ഷെ കണ്ണു കുടിച്ചോണ്ട് വഴി കിടന്ന് കരഞ്ഞു മൂവി എനിക്ക് പേര് തൊട്ട് ഉണ്ടാക്കിയാലേ വിമൽ കുമാർ സഹിക്കില്ല. അങ്ങനെ ഈ സമൂഹത്തിൽ ഇപ്പൊ അറിയപ്പെടുന്നത് വിമൽ കുമാറിന്റെ അച്ഛൻ എന്ന ലേബലില്ല. അച്ഛനായാലും മകനായാലും അകത്തൊരു കുഞ്ഞ് സുഖമില്ലാതെ കിടപ്പുണ്ട്. ഇവിടെ വന്നിങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. സത്യം പറഞ്ഞാ ഞാൻ അതിനെ ഒന്ന് കാണാൻ വന്നത്. എന്റെ കൺമുന്നിൽ വെച്ചാ അപകടം സംഭവിച്ചത്. ഞാൻ അതിനടുത്ത് ആശുപത്രിയിലാക്കിയത്. അച്ഛനൊന്നും ഈ കൊച്ചിന്റെ കാര്യം പറഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് കരയുന്നത് കണ്ടപ്പോ എനിക്കൊന്നുകൂടെ കാണണമെന്ന് തോന്നി. അതാ വന്നത്. ഞാൻ സുമിത്രയെ അതിനെന്താ, കേറി കണ്ടോളൂ. ഇവിടെ ഉള്ളവരാരും എന്നോടൊന്നും തുറന്നു പറയുന്നില്ല. സത്യത്തില് ഞാൻ ഈ വീട്ടിലേക്ക് ദൗർഭാഗ്യം കൊണ്ടുവന്ന പെണ്ണായിട്ട് എല്ലാവരും കാണുന്നത്. നീ ആവശ്യമില്ലാത്തൊന്നും പറയാതെ, ഇതൊക്കെ ഒരു വിധിയാണ്. ആയിരിക്കാം, പക്ഷെ ചില വിധികളുമായി മനുഷ്യൻ എത്ര ശ്രമിച്ചാലും പൊരുത്തപ്പെടാൻ കഴിയില്ല. ഇത് നിന്റെ വീട്. നിനക്കിനി എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇവിടുന്ന് മാറിപ്പോകാൻ കഴിയുമോ? പറ്റില്ല. അമ്മാവന്റെ പെറ്റായിരുന്നു സുമിത്ര. അവൾ ഇന്ന് വീടിനകത്ത് സ്പന്ദിക്കുന്ന ഒരു മനുഷ്യക്കോലമായി കിടക്കുക. താൻ ആരാണെന്നോ, തന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ, തന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചെന്നോ അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഈ വീട്ടിൽ സുമിത്രയ്ക്ക് പകരമാവണം നീ. അവളിനി ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിക്കുന്നു. അമ്മാവനും അമ്മായിയും അവൾക്ക് പകരമായി നിന്നെ കാണണം. അങ്ങനെ ആവണം നീ. അതിന് പറയുന്നവരൊക്കെയാവാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സ്നേഹത്തോടെ അവളെ പരിചരിക്കുന്നു, അവരുടെ മകളാകാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്റെ അച്ഛൻ പറഞ്ഞ കാര്യം മാത്രം നീ അമ്മാവനോട് സംസാരിച്ചില്ല. എന്ത് കാര്യം? രാജഗിരി എസ്റ്റേറ്റിന്റെ കാര്യം. റിപ്പോർട്ട് സമർപ്പിക്കാൻ 6 മാസത്തെ കാലാവധി നീട്ടിക്കൊടുത്തത് അച്ഛൻ വേണ്ടത്ര സ്വാധീനം ചെലുത്തിയിട്ടാ. ഈ ഒരു അവസ്ഥയിൽ എന്റെ അച്ഛനെ അന്യനായി കാണാൻ ഒക്കും അദ്ദേഹത്തിന്. ഞാൻ സംസാരിക്കാം. ഫോണിലൂടെ വേണ്ട. അമ്മാവരെ, നീ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ടോപ്പിക് ഒന്ന് ഓപ്പൺ ചെയ്യണേ. ഞാൻ ഓഫീസിൽ വന്ന് കണ്ടു പോകാന്ന് കരുതിയത്. ഉടനെ മടങ്ങുമോ? ദീർഘയാത്ര വല്ലതും? സാറ്റർഡേ മടങ്ങി വരാമെന്ന് കരുതുന്നു. ഇതിൽ പ്രോഗ്രാം ഒന്നുമില്ല. അമ്മാവനെ കുടിക്കാനെടുക്കട്ടെ. രാജഗിരി വിശ്വനാഥന്റെ മകളെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വലിയ ബാധ്യതയാകുമെന്ന്. അവള് പാവ, പെരുമാറാൻ അറിയാവുന്ന കുട്ടി. ബിസിനസ് താല്പര്യങ്ങളുണ്ടെങ്കിലും അവരുടെ അച്ഛനും പാവമാ. എന്റെ ഭാഗ്യം. ഒരു കാര്യം ഏറെ ദിവസങ്ങളായി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താ പോലെ? ഞാനത് പറഞ്ഞാൽ അമ്മാവൻ ദേഷ്യപ്പെടരുത്. സുധാകരന്റെ അച്ഛൻ ഏറെ നിർബന്ധിക്കുന്നു. രാജഗിരി എസ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന ഫയലിൽ അമ്മാവൻ അദ്ദേഹത്തിന് അനുകൂലമായ റിപ്പോർട്ട് എഴുതണമെന്ന്. ഞാൻ സർവീസിൽ കയറിയിട്ട് 25 വർഷം കഴിഞ്ഞു. വിവിധ പോസ്റ്റുകളിലായി ഇവിടെ വരെ എത്തി. നാട്ടുമൊഴിയിൽ പറഞ്ഞാൽ എല്ലാം എന്തെങ്കിലുമൊക്കെ ചില്ലറ തടയുന്ന കഥയടങ്ങി.
ഈ നിമിഷം വരെ അർഹതയില്ലാത്ത 10 കാശ് ആരിൽ നിന്നെങ്കിലും വാങ്ങുകയോ സത്യവിരുദ്ധമായി ഫയലിൽ ഒരു വരി കുറിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും ഈശ്വരൻ എന്തും നീതികേടാ എന്നോട് കാണിച്ചത് ചോദിച്ചേക്കാം. ദൈവത്തിന്റെ നീതി എന്നോട് പ്രതികരിച്ചത് എങ്ങനെയായിക്കോട്ടെ, പക്ഷെ ഞാൻ ഔദ്യോഗിക ജീവിതത്തിൽ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്യില്ല. ഇതിപ്പോ എന്റെ പ്രശ്നമാണ്. നിനക്ക് എത്ര മണിക്കാ ഫ്ലൈറ്റ്? സമയമുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ എന്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കണം? എന്നോടുള്ള ദേഷ്യത്തിന് വിശ്വസിക്കുന്നവന്റെ പ്രതീക്ഷകളെ ഒന്നിലധികം തവണ തകർക്കരുത്. സമയം കളയാതെ പോരാ. മക്കളെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ വഴക്ക് പറഞ്ഞിട്ടില്ല, ഒരു ഈർക്കിലൊടിച്ചു പോലും ഒരു അടി കൊടുത്തിട്ടില്ല. പലപ്പോഴും തോന്നുക തെറ്റായി പോയെന്ന്. അതുകൊണ്ട് ഇപ്പോഴൊന്ന് വഴക്ക് പറയേണ്ടി വരുമ്പോ മനസ്സിലാണെങ്കിലും കണ്ണ് നിറയും. അമ്മാവൻ എന്താ സുമിത്രയുടെ മുറിയിൽ കയറാത്തത്, അവളെ കാണാത്തത്? കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയുടെ ഐസിയുവിന് വെളിയിൽ പ്രതീക്ഷയ്ക്ക് 1% പോലും സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ പറയുന്നത് കേട്ട് മകളുടെ മരണം സ്ഥിരീകരിച്ച് കിട്ടാൻ കാത്തിരുന്നവരാണ് ഞാൻ. ലോകത്ത് എവിടെ കൊണ്ടുപോയി ചികിത്സിക്കാനും എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറായി. എവിടെ കൊണ്ടുപോയിട്ടും പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ നമുക്കെന്താ ചെയ്യാൻ കഴിയുക? ജീവിക്കുന്ന ഒരു ശരീരം മാത്രമായി അവളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നാണ് ഈശ്വരൻ എന്നെ കഠിനമായി ശിക്ഷിച്ചു കളഞ്ഞത്. അങ്ങനെ എന്റെ മോളെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞത്. ഓർമ്മകളില്ലാതെ നാവ് പൊന്താതെ ശ്വസിക്കുന്ന ഒരു ശവമായി എനിക്ക് എന്റെ മോളെ കാണണ്ട. എന്റെ മനസ്സിൽ സുമിത്രമോളിപ്പോഴും ആരാധനയായി പാല് നടക്കുക. അവളെ ആ രൂപത്തിലല്ലാതെ സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. കാരണം ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഉപരി ഞാൻ എന്റെ മകളെ സ്നേഹിച്ചു. എത്രയോ മാസങ്ങളായി ആന്റി ജോലിക്ക് പോയിട്ട്. ഞാൻ നോക്കിക്കോളാം, ആന്റി പോയിട്ട് വന്നു പറഞ്ഞ് കേൾക്കുന്നില്ല. സുമിത്രയുടെ മുറിയിൽ നിന്നിറങ്ങാതെ അവൾക്കരികിൽ രാപകലില്ലാതെ അമ്മ, മുറിയിൽ കയറാതെ കാണാതെ രാപകലില്ലാതെ അവളെ കുറിച്ച് മാത്രം ചിന്തിച്ച് കഴിയുന്ന അച്ഛൻ. അങ്കിൾ, ഈ ഗതികെട്ട അവസ്ഥയിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിലും മനസ്സിൽ ഒരിക്കൽ പോലും അവൾക്കൊരു ദോഷം വരണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. സത്യം. അങ്ങനെ പറഞ്ഞു ഞങ്ങള്, അതൊക്കെ ഈശ്വരന്റെ തീരുമാനങ്ങളാ. അവിടെ നമുക്ക് വെറുതെ നിന്നു കൊടുക്കാമെന്നല്ലാതെ മറ്റെന്ത് കഴിയും? ഒരു ഹോം നഴ്സിൽ എത്തുന്നതിനെ പറ്റി പല തവണ ഞാൻ ആന്റിയോട് പറഞ്ഞതാ. എന്റെ മോളെ നോക്കാൻ ഞാൻ മതിയെന്ന അമ്മ. 6 മാസം പ്രായമായ ഒരു കുഞ്ഞിന്റെ അവസ്ഥയിലാ സുമിത്ര. അങ്ങനെയും പറയാനൊക്കില്ല. 6 മാസമായ കുട്ടി ചിരിക്കും, കരയും, സ്വപ്നങ്ങൾ കാണും. പക്ഷെ ഇത് നീ മറ്റു വല്ലതും പറ. എന്റെ മോളെന്തെങ്കിലും ബോധക്കേട് പറഞ്ഞോ? സുജാതെ, ഞാൻ സുമിത്രയെ കുറിച്ച് പറഞ്ഞതാ. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണ്ടേ നിങ്ങൾ? സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന ആ കുട്ടിയെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്റെ അവസ്ഥ അതാകുമ്പോ അഖിലം പോയത്. വിദേശത്തുള്ള ചില സുഹൃത്തുക്കളുമായി ഞാൻ സംസാരിച്ചു. നമുക്ക് സുമിത്ര മോളെ അമേരിക്കയ്ക്കോ മറ്റോ കൊണ്ടുപോയാലോ? ഇവിടെ കൊണ്ടുപോയിട്ടും പ്രയോജനമില്ലെന്ന് വിദഗ്ധരായ ഒരു മെഡിക്കൽ സംഘം പറയുമ്പോ ഈ കിടപ്പിങ്ങനെ എത്ര കാലം? നിങ്ങളുടെ ഭാഗ്യദോഷം എത്ര കാലം ഒപ്പം ഉണ്ടാകുമോ അത്രയും കാലം. കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളം വരാറുണ്ടല്ലോ. ഒരുപക്ഷെ മോള് വേദന കൊണ്ട്. വിശ്വനാഥൻ, എന്റെ ഹൃദയത്തിലെ മുറിവിലിട്ട് നിങ്ങൾ ഇങ്ങനെ കുത്തി. നിങ്ങളുടെ സങ്കടങ്ങൾ ഇപ്പോ നിങ്ങളുടേത് മാത്രമല്ല. ഞാൻ കുട്ടികളോട് പറഞ്ഞിരുന്നു അവർക്ക് ജനിക്കുന്ന കുഞ്ഞു പെണ്ണാണെങ്കിൽ സുമിത്ര എന്ന് പേരിട്ട് വളർത്തണമെന്ന്. എന്ത് ചെയ്യാം, ആ കുട്ടിക്ക് പോലും പിറക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. മിസ്റ്റർ മുകുന്ദൻ, ഈ സമയത്ത് ഇത് സംസാരിക്കാമെന്നറിയില്ല. ഇപ്പോ രാജഗിരി എസ്റ്റേറ്റിന്റെ അവകാശം ഞാനല്ല, നിങ്ങളുടെ മരുമകൻ അഖില. ഞാനത് അവന്റെ പേരിൽ എഴുതി കൊടുത്തു. ഇനി അത് ISROയ്ക്ക് വിൽക്കണോ അവിടെ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നൊക്കെ അയാളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ അവന് കേവലം അമ്മാവനല്ല, അച്ഛനല്ല, ഈശ്വരനേക്കാൾ മറ്റെന്തോ ആണ്.
അങ്ങനെ ഒരാൾ അവന് നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യില്ലെന്ന് എനിക്കറിയാം. രാജഗിരി എസ്റ്റേറ്റ് അഖിലിന്റെ പേരിൽ എഴുതി വെച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റ് ഇനി നിങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാം. അനന്തരം അനുവദിക്കും. എടോ, അധ്വാനിച്ച പണം കൊണ്ടാണ് ഞാൻ അവനെ വളർത്തിയത്, പഠിപ്പിച്ചത്, ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അവന് സർക്കാർ ഭൂമി എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ മകളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ കാണിച്ചത് വണ്ടത്തരമാണ്. അവൻ എന്റെ അനന്തരവനാണെങ്കിൽ ഞാൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ പിറ്റേ ദിവസം അവൻ ആ ഭൂമി സർക്കാരിന് മടക്കി കൊടുത്തിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മകൻ എനിക്കുണ്ടാകില്ല. നന്ദി. ഇതിനുൾപ്പെടെ നന്ദി. നിന്റെ ഭർത്താവ് ഞാൻ പറയുന്നത് അനുസരിക്കോ അയാൾ പറയുന്നത് അനുസരിക്കോ? നോക്ക്, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആദ്യം സമ്പാദിച്ചതും മരുമകന് കൊടുക്കുന്നു, അത് സംരക്ഷിച്ച മുഴുവൻ കൊടുക്കും. ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ വന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി ലോകകാര്യങ്ങളൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാവല്ലോ എന്ന്. പണ്ടൊക്കെ മാസത്തിൽ 4 പ്രാവശ്യം ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങിപ്പോകും. ഇപ്പോഴത് പറ്റുമോ? ഒരു കൊച്ചിങ്ങനെ കിടക്കുമ്പോ ഈ വീടിന് അവളുടെ താളമായിരുന്നു, ഐശ്വര്യമായിരുന്നു. സ്വപ്നങ്ങളൊക്കെയും ദൈവം തമ്പുരാൻ ഒരുമിച്ച് കൊണ്ടുപോയില്ലേ. എന്ത് നാശമാടാ ഇത്? കള്ളു കുടിച്ചേച്ചോ എന്ത് മര്യാദകളാണ് നീ കാണിക്കുന്നത്? കള്ളു കുടിച്ചേച്ചോ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നിന്റെ മനപ്രയാസം മാറുക. ഞാൻ മനസാക്ഷിയുള്ളവല്ല, ഹൃദയം അത് വലിയ മനസ്സിലാക്കണം. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങി പോവരുത്. എന്നെ ഒന്ന് ഗുണത്തോടിക്ക്, എന്നെ ഒന്ന് വഴങ്ങുക. അതിനുള്ള യോഗ്യത വല്യമാവനുണ്ട്, അറിയാം. ഇവനിവിടെയൊക്കെ തുപ്പിയും തൂറിയും നാറ്റിക്കും. എനിക്ക് സഹിക്കാനൊക്കുന്നില്ല വല്യമാവ. സഹിക്കാനൊക്കാത്തവൻ ഇത് കുടിക്കരുത്. കുഴിയിലോട്ട് കാലിൽ നിന്നിരിക്കുന്ന വല്യമാവനെ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. കൊച്ചിന് അപകടമുണ്ടായതിനു ശേഷം നീ ഇത് എത്രാമത്തെ തവണയാ കണ്ടുപിടിച്ചേക്കുമെന്ന് എന്നോട് എന്തൊക്കെയാണ് കാണിക്കുന്നറിയാവോ? സങ്കടങ്ങൾ മനസ്സിൽ കിടന്നിങ്ങനെ തിങ്ങുമ്പോ ഞാൻ പിന്നെ എന്ത് വേണമെന്നാണോ മുപ്പിലെ തന്നെയെങ്കിലും ഒന്ന് സ്നേഹിക്കട്ടേക്കോ? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇന്ന് പാടിയതാരാ? നിന്റെ അച്ഛൻ. അത് ശരി. എടോ, എത്രയാണ്ട് റിട്ടയർഡായ മുതുക്കളവാ. അയ്യോ, വല്യമ്മാവനെ ദൈവം എന്താണോ? ഞാൻ എന്നെ കെട്ടിപ്പിടിച്ചെന്ന് ഉമ്മ വെച്ചെന്ന് കരുതി എന്താണോ? അതിന് യോഗ്യത വേണം, യോഗ്യത. ഗോമതിയെ സ്നേഹിക്കാൻ ചെന്നു, അവള് വീട്ടിലെത്തി എടുത്തോണ്ട് വന്നു. എന്റെ മോൻ വിമക്കുമാർ സ്നേഹിക്കാൻ കൊള്ളാവോ? അകത്തൊരു കൊച്ചയ്ക്ക് എന്നെ ബോധമില്ലാതെ കിടക്കുമ്പോ സഹിക്കും. നമ്മുടെ കുഞ്ഞിന്റെ തലച്ചോറിലല്ലേ പ്രശ്നം? എന്റെ തലച്ചോറ് എടുത്ത് വെച്ചു കൊടുക്കുമല്ലോ. കൊരങ്ങന്റെ തലച്ചോറ് മനുഷ്യർക്ക് ചേരില്ല. അതുകൊണ്ടല്ലേ തന്റെ എടുക്കാതെ എന്റെ എടുക്കാൻ പറഞ്ഞത്. ഒരു പ്രയോജനവും ഇല്ലാതെ 51 വയസ്സ് കഴിഞ്ഞ മുതുക്കളവനൊക്കെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഹാപ്പി ആയിട്ട് നടന്ന കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഓർത്തിട്ട് സഹിക്കുന്നില്ല മുമ്പില്. ഈ കാര്യം പറഞ്ഞ് ജീവിതകാലം മുഴുവൻ കള്ളു കുടിക്കാനാണോ നിന്റെ പരിപാടി? എനിക്ക് ഒരു കാര്യം ചെയ്യാം. വാസുദേവൻ എവിടെങ്കിലും പോയി ചാകുന്നതിനെ പറ്റി വല്യമ്മാവിന്റെ അഭിപ്രായം എന്താ?
കേരളം വിട്ടുപോയി അത് ചെയ്യാമെങ്കിൽ വണ്ടിക്കൂലിയും വഴിച്ചെലവ് ഞാൻ തരാം. അപ്പൊ ഇതാ തന്റെ മനസ്സിലിരിപ്പല്ലേ? താനിന്നാണ് പറഞ്ഞതിനോട് ഞാൻ കേസിൽ പ്രതിയായിട്ട് ഒളിച്ച് നടന്നപ്പോ എന്നെ തന്റെ കൈ കിട്ടിയ താനേതാണെങ്കിൽ ചെയ്ത് കളയുമെന്ന്. ചെയ്യണോ? ധൈര്യം ചെയ്യണോ? അകത്ത് പോയി കിടന്നുറങ്ങ. താമൊരു പാട്ട് പാടി ഉറക്കണോ? എടോ മുതലളവാ അത് ശരി വരത്ത് അല്ലേ? എടോ സുശീലനായരെ മാറി വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ നീ പോയി കിടന്നുറങ്ങണം. ഇങ്ങനെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും പറക്കില്ല, ഒരിക്കലും. പക്ഷെ ഒരു പരാതിയുണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. കേട്ടോ വാസുദേവന്റെ മകൻ കൂടി അതിനെ വന്ന് കണ്ടേച്ചു പോയി. സ്വന്തം മകളായിട്ട് പോലും അവളെ ഒരു നോക്കൊന്നും കാണാതിരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു മുകുന്ദ? നിങ്ങൾ ആരെക്കാളും ഉപരി ഞാൻ അവളെ സ്നേഹിച്ചു പോയതുകൊണ്ട് ആന്ത് പിടിക്കാതെ ഇവിടെ ഇത്രയും കാലം ഞാനിങ്ങനെ നിന്നതേ അതും ഈശ്വരൻ എന്നോട് കാണിച്ച ക്രൂരതയാണ്. ഞാൻ BRS അപേക്ഷിക്കുക. ഇനി ലീവ് തരാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നു. എനിക്ക് നിന്നോട് വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ നമ്മുടെ മോളെ സ്നേഹിക്കുകയല്ല, ദ്രോഹിക്കുക. ഞാൻ സകല ഈശ്വരന്മാരോടും ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ സഹകരിക്കണം. എന്റെ മനസ്സിനെ മനസ്സിലാക്കണം. നിനക്ക് നമ്മുടെ മോളോട് ശരിക്കും സ്നേഹമുണ്ടോ? എന്താ ഇത്? സ്നേഹമുണ്ടെങ്കിൽ അവൾ മരിക്കട്ടോ. വൈദ്യശാസ്ത്രത്തിന് അത് വളരെ എളുപ്പമാണ്. കാരുണ്യം കാണിക്കുന്നത് അങ്ങനെയാണ്. സ്നേഹക്കൂടുതൽ കൊണ്ട് നമ്മുടെ ദയാവായി മോളെ നമ്മുടെ മോളെ മരിക്കാൻ അനുവദിക്കുന്നു. സമ്മതിക്കില്ല. എന്റെ മോളെ എനിക്ക് വേണം. എന്റെ മോളെ എനിക്ക് വേണം. നീ ഒരു അമ്മയല്ല, കൂരയാണ്. മകളെ സ്നേഹിക്കാത്ത പന്തിക്കുന്ന ശവശരീരത്തെ നോക്കിയിരിക്കുന്ന കൂരം, വേദന കൊണ്ട് കവിഞ്ഞൊഴുകുന്ന കണ്ണുകളൊക്കുന്ന ദുഷ്ട ദയോടെ കൊല്ലണം. ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി അവളെ എന്റെ സുമിത്രയെ എനിക്ക് വേണം. സ്പന്ദിക്കുന്ന ആസ്തിമാർത്തെ എനിക്ക് വേണം. മോളാദ്യമായി തുടിച്ചത് എന്റെ ഹൃദയത്തിൽ കിടന്ന് ആ തുടിപ്പ് നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും ശേഷിക്കുന്നു. ഈശ്വരൻ എന്റെ മോളെ തിരിച്ചെടുക്കുന്നത് വരെ എനിക്ക് വേണം. ഞാൻ കാവലിരിക്കും. കാരണം ഞാൻ അമ്മയാണ്. നമ്മൾ രണ്ടാളും കൂടി ചേർന്ന് അവളോട് ദയ കാണിച്ചാൽ മോടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ആ കാരുണ്യം കാണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. ഭാമയെ അവളെ മരിക്കാൻ അനുവദിക്കണം. എങ്കിൽ ഞാൻ കോടതിയിൽ പോകുന്നു. എന്റെ മോളെ ദയോടെ കൊല്ലാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പോകുന്നു. സ്നേഹം തടിച്ച് കാവലിരുന്നവളെ ദ്രോഹിക്കുന്ന നിനക്കെതിരെ എന്റെ മോളെ ദയാവധം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയിൽ പോകുന്നു. ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ മോളെ എനിക്ക് വേണം. ഞാൻ നിങ്ങളെക്കാൾ അധികമായി അവളെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ ധിക്കരിച്ചിട്ടില്ലാത്ത എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളെ ധിക്കരിക്കേണ്ടി വരും. ഇവിടെ മാത്രമല്ല, കോടതിയിലും.
എന്തിനാ? അറിയില്ലെങ്കിൽ കേട്ടോ, പ്രയോജനപ്പെടും. ദൈവം കൂട്ടിയോജിപ്പിച്ച ബന്ധം അടിച്ചു പിരിയാനാ ഭാര്യയും ഭർത്താവും കേസ് കൊടുക്കുന്നത്. ഇവിടെ അതിനല്ലല്ലോ, ഒരാള് കൊല്ലണമെന്നും മറ്റൊരാള് കൊല്ലണ്ടെന്നും. ഇവരൊക്കെ അല്ലാതെന്താ ഇതൊക്കെ? 10 പലത് കൊണ്ടോ ഒറ്റ മോളല്ലേ ഉള്ളൂ. അതിനെ ദയാവധം അനുവദിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞ അനന്തരവനല്ലേ കുഞ്ഞമ്മാവനെന്ന് പറയരുതോ. സുമിത്രയെ കൊല്ലാൻ കൊടുത്ത കേസ് പിൻവലിക്കാൻ. അതെങ്ങനെ? ഇന്ന് വിധി പറയുന്ന ദിവസമല്ലേ? കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർമാരുടെ റിപ്പോർട്ടും കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ ടിവിയിലൂടെ കണ്ടു. വക്കീലിനെ കോടതി വിളിച്ച് മുറി നടക്കാതിരിക്കുക. അവിടെ എങ്ങനെ മോളെ വിട്ടുപിരിയാൻ കഴിയാതെ കൂടെ ഇരിക്കുക. അപ്പൊ ഇനി വിധി കേൾക്കാൻ കോടതി പോണില്ലേ? പത്രക്കാർ ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കും. അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞെന്നാ അമ്മ പറയുന്നത്. തന്നെയുമല്ല, ഹൈക്കോടതിയിൽ വക്കീലന്മാർ തമ്മിലാ വാദം. വിധി എന്താണോ അവര് കക്ഷികളെ വിളിച്ചറിയിച്ചോളൂ. അതെ, ഇന്നലെ ഏതാണ്ട് നിയമ സംരക്ഷണ വേദിക്കാരോ അങ്ങനെ ആരോ മറ്റോ പറഞ്ഞു പോലും ദയാവധം അനുവദിക്കുന്നതിനെ പറ്റി പരിഗണിക്കാമെന്ന്. അങ്ങനെയാകുമ്പോ വേദനയില്ലാതെ കുഞ്ഞിനെ കൊന്നു രക്ഷപ്പെടുത്താൻ കോടതി ആവശ്യപ്പെടുമോ? അങ്ങനെ ആവശ്യപ്പെട്ടാലും അനുവദിക്കാൻ ഒരു അമ്മയ്ക്ക് കഴിയുമോ? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരാണുവിന്റെ അവകാശം മാത്രമുള്ള അച്ഛന് അമ്മയുടെ ചോരയും ചൂരും സ്നേഹവുമാണ് ഒരു ഭ്രൂണത്തെ കുഞ്ഞാക്കി മാറ്റുന്നത്. കരയാൻ മാത്രം അറിയുന്ന അവസ്ഥയിൽ പ്രപഞ്ചത്തിലെത്തുന്ന കുഞ്ഞിനെ കാത്തു സംരക്ഷിക്കുന്ന അമ്മയ്ക്ക് ജീവനെ പൂറ്റി വളർത്തി ശീലമുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ സംരക്ഷണാവകാശം. എന്തായാലും അവന് സ്നേഹം കൂടുതൽ കൊണ്ടാണ്, അല്ലാതെ മോളെ വെറുത്തിട്ടൊന്നുമല്ല. വേദന അനുഭവിച്ച ഒരു ദയനീയ അവസ്ഥയിൽ മകൾ ജീവിക്കണ്ടെന്ന് പിതാവിന് തോന്നുന്നു. അമ്മയ്ക്കും സ്നേഹക്കൂടുതൽ ഉള്ളത് കൊണ്ടാ മോളെ വിട്ടുപിരിയാൻ പറ്റാത്തത്. ആരുടെ സ്നേഹം ജയിക്കുമെന്ന് ആർക്കറിയാം. എന്തായാലും ഒന്നുറപ്പാ, കുഞ്ഞിനെ ഈ അവസ്ഥയിൽ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. ലോകത്തെ ഏറ്റവും വലിയ വേദന പ്രസവ വേദന എന്ന് കരുതി ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിക്കാതിരിക്കുന്നുണ്ടോ? വേദനയെ പരിചരിക്കണം, സ്നേഹം കൊണ്ട് പരിഹരിക്കണം. ജന്മം തന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമില്ലാതായാൽ അവരെ കൊന്നുകളയാണോ വേണ്ടത്? ഞാൻ എൻ്റെ മോളെ നോക്കും. മക്കളെ മനുഷ്യത്വത്തോടെ പരിചരിക്കുന്ന മാതൃത്വത്തിന്റെ പേരാ അമ്മേ. സുമിത്രയുടെ മനുഷ്യത്തെ കാട്ടണമെങ്കിൽ മക്കളോട് കുടുംബത്തോട് സ്നേഹം വേണം, പുണ്യമുണ്ടാവാൻ ശ്രമിക്കുകയാണ്. ഒരു മകളുള്ളത് ഈ അവസ്ഥയിൽ ചത്താ ചിതയ്ക്ക് തീ കൊടുത്തേണ്ടതാരാ? അനന്തരവൻ. എനിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് എത്ര കോടി രൂപയുടെ സ്വത്ത് ഈ കുടുംബത്തിന് നഷ്ടപ്പെടുത്തിയിരിക്കുന്നറിയാമോ? ഞാൻ കാര്യം പിടിച്ച് കെറ്റിയതാ. ഞാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടാറില്ല, അഭിപ്രായം പറയാറുമില്ല. ഇത് ഔദ്യോഗികമല്ല, ഇതിപ്പോ നമ്മുടെ കുടുംബകാര്യങ്ങൾ. എനിക്ക് താല്പര്യമില്ല. അതെ, വിയർത്തതോ കഷ്ടപ്പെട്ടതോ ഒന്നും അല്ലല്ലോ, ഉടായ്പിലൂടെ കൈവശപ്പെടുത്തിയല്ലേ ഓട്ടന്നെ. അങ്ങനെ വിടാനപ്പോ നമ്മുടെ കയ്യിൽ 10 പുത്രനുണ്ടെങ്കിൽ അതവർക്ക് മക്കൾക്ക് പിന്തലമുറയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമല്ല അയാൾ ചെയ്തത്, അതിന്റെ ഒരു കോപ്പി ഈ പത്രക്കാർക്ക് കൊടുത്തു. രാജഗിരി വിശ്വനാഥൻ ആരായി? സമൂഹത്തിന് മുന്നിൽ കള്ളൻ. എന്റെ ബന്ധുക്കാരൻ എനിക്കൊരു സ്ഥാനപ്പേര് എടുത്തത് കള്ളനെന്ന്. അതിപ്പോ ഇന്നോ ഇന്നലെ ഉണ്ടായതല്ലോ, ജന്മനാ കഷ്ടപ്പെട്ട് നേടിയെടുത്തതല്ലേ. പിന്നെ TV പടമൊക്കെ കാണിക്കുന്നുണ്ട്, ദോഷം പറയരുത് കേട്ടോ. TV കാണാൻ ഇത്രയും ഗ്ലാമർ ഇല്ല. ഞാൻ കണ്ടതല്ലേ. എന്നെ തോൽപ്പിച്ചത് മുകുന്ദനല്ല, ഈ നിൽക്കുന്ന മോള. തൃപ്തിയായല്ലോ, രാജഗിരി എസ്റ്റേറ്റ് എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാനിപ്പോ രാജഗിരി വിശ്വനാഥനല്ല, സർക്കാർ വക വനഭൂമി കൈവശപ്പെടുത്തി മരുമകൻ എഴുതി കൊടുത്താണ് എന്റെ അമ്മായിയപ്പ റിപ്പോർട്ട് കൊടുത്തത്. സാധാരണ സ്വഭാവത്തിന് കൊന്നു കളയണം. അവസാനം താനങ്ങ് ജയിച്ചു അല്ലേ? ഞാനല്ല ജയിച്ചത്, സത്യം. ഇതിവിടെ അവസാനിച്ചെന്ന് കരുതുന്നുണ്ടോ താൻ? എന്റെ ജോലി അവസാനിച്ചു. ഇല്ല, അവസാനിക്കില്ല. തന്റെ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോകും. ഞാനല്ല, തന്റെ മരുമകൻ. കാരണം അത് അവന്റെയാണ്. എത്ര പണം മുടക്കേണ്ടി വന്നാലും ഏതൊക്കെ കോടതി കയറേണ്ടി വന്നാലും അവനെ കൊണ്ട് ഞാനത് നേടും. ക്ഷമിക്കണം, അമ്മാവൻ രാജഗിരി എസ്റ്റേറ്റിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ എസ്റ്റേറ്റിന്റെ പ്രണാവകാശവും ഞാൻ സർക്കാരിന് മടക്കി കൊടുത്തു. എനിക്ക് വേണ്ട പബ്ലിക്കിന് അവകാശപ്പെട്ട പ്രോപ്പർട്ടി എന്റെ ഭാര്യയ്ക്കും വേണ്ട. ഇതിനാ കുടുംബ മഹിമ എന്നൊക്കെ പറയുന്നത്. കളി പഠിക്കുന്നെങ്കിലേ അത് കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കണം. മനസ്സിലായോ വിശ്വനാഥൻ? താറേ തിരിച്ചറിവായ കാലം മുതൽ ഞാൻ കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചറിഞ്ഞത് എന്റെ അമ്മാവനെയാണ്. സാഹചര്യങ്ങളും ഗതികേടും കൊണ്ട് ഒരിക്കലും എനിക്ക് അദ്ദേഹത്തെ വേദനിപ്പിക്കേണ്ടി വന്നു. ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേരില്ല,
സർക്കാരിന്റെ ഭൂമി അനധികൃതമായി സ്വന്തമാക്കിയത് സ്ത്രീധനമായി എനിക്ക് എഴുതി തന്നുകൊണ്ട് നിങ്ങൾ എന്നെയും സുജാതയെയും സമ്പന്നരാക്കുകയല്ല ചെയ്തത്, ദരിദ്രരാക്കുക. നീ ഒക്കെ കേട്ടു നിൽക്കാം. ഇവിടെ ഇവന്റെ കമ്പനിയുടെ മാനം കളിച്ചപ്പോ തൃപ്തിയായിട്ട് വരയ്ക്കാം. അവളൊന്നും എടുത്തപ്പോ സാമ്പാർ അഭിമാനം തോന്നുക മക്കളെ. നീ എന്നെ തോൽപ്പിക്കുമെന്ന് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. ഒരിക്കൽ തോൽപ്പിച്ചത് മനഃപൂർവ്വമല്ല, ഒരു ദുർബല നിമിഷത്തിൽ അവിചാരിതമായി അങ്ങനെ സംഭവിച്ചുകൊണ്ടതാണ്. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ദൈവവിധി പോട്ടെന്ന്. നിന്റെ അച്ഛന് രാജാവും ഗിരിയൊന്നും വേണ്ട, വെറും വിശ്വനാഥം മതി. സമ്പത്ത് ആവശ്യത്തിനാണ്, ആർഭാടത്തിനല്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ഞാനുണ്ട്, അതുപോലെ. നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ? അമ്മാമനെ പോലെ നീ ഇപ്പൊ ഇവിടെ മുറി വരാറില്ല, കാണാറില്ല. മോളെ ദയോടെ കൊല്ലണോ അതോ ജീവിക്കാൻ അനുവദിക്കണോ എന്ന് കോടതി വിധി പറയുന്ന ദിവസമായിരുന്നു. അവളെ പ്രതി കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളും തർക്കങ്ങളും ഒന്നും അവൾ അറിയുന്നില്ല, അതാ ഭാഗ്യം. അവൾ എന്തറിയുന്നു എന്തറിയുന്നില്ല എന്നൊക്കെ ആരറിയുന്നു? ഒരുപക്ഷെ മനസ്സുകൊണ്ടെല്ലാം തിരിച്ചറിയുന്നുണ്ടെങ്കിലോ. നീ തിരിച്ചറിയുന്നുണ്ടോ പെണ്ണെ? ദൈവം നിന്നെ ഈ വിധത്തിൽ ശിക്ഷിക്കുന്നതിന് മുമ്പേ നിന്നെ ശിക്ഷിച്ചവൻ ഞാൻ. എന്റെ ചഞ്ചലമായ മനസ്സിന്റെ മുന്നിൽ നിന്നും ഒരു നിമിഷം നീ എന്ന ചിന്ത അകന്നു പോയി. ഞാൻ നിന്നെ ചിന്തിച്ചു. നീ എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പിറവിയിലെ കൂട്ടിച്ചേർക്കാൻ വിധിക്കപ്പെട്ട നമ്മൾ. സുമിത്രയെ ഞാൻ നിന്റെ പാദം തൊടുന്നു. മനസ്സിന് തിരിച്ചറിവുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്താണ് ഇത്? മോന് മനസ്സിന് തിരിച്ചറിവുണ്ടായിട്ടാണ് അവള് സങ്കടപ്പെടുന്നത്. നോക്ക്, അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. സുമിത്രനെ കണ്ണുകൾ കൊണ്ടെങ്കിലും ഒന്ന് സംസാരിക്കപ്പെട്ടു. ഇല്ല, ഒരു മരണത്തിന് ഒരു ദയാവിധിക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. കോടതി വിധി കേൾക്കാൻ പോകുന്നില്ലേ? അഥവാ ദയാവിധം അനുവദിച്ചു കിട്ടിയ ഡോക്ടർമാരെ ഏൽപ്പിക്കണ്ട, അച്ഛന് തന്നെ അതങ്ങ് ചെയ്യാം. എന്റെ മനസ്സിൽ എന്റെ മകൾ എന്നേ മരിച്ചു കഴിഞ്ഞു. അവിടെ സജീവമായ രൂപം ഉള്ളിൽ പേര് നടക്കുന്നവരെ ഞാൻ. വേദനകളെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്നത് എന്റെ പേരല്ലടി സ്നേഹമെന്ന്. നിറഞ്ഞൊഴുകുന്ന അവളെ കണ്ടുകൾ എന്നോട് മൗനമായി യാചിക്കുക, എന്നെ ഒന്ന് കൊന്നതാ എന്ന്. നിങ്ങൾ നാളെ രോഗിച്ച് കണ്ണീരൊഴുകി കിടന്ന ഞാൻ പരിചരിക്കണോ കൊല്ലണോ? ഓർമ്മയും തിരിച്ചറിവുമില്ലാതെ ഞാൻ വേദനയുടെ കൂടാരത്തിൽ കിടന്നാൽ കൊല്ലണം. സ്നേഹമുണ്ടെങ്കിൽ എന്തായി? നന്ദിയുണ്ട്.
വരെ കുട്ടി ജീവിച്ചിരിക്കട്ടെ എന്ന്. മകളെ സംരക്ഷിക്കാൻ തയ്യാറാണെന്നുള്ള അമ്മയുടെ വാദത്തെയാ കോടതി സന്തോഷപൂർവ്വം അംഗീകരിച്ചത്. കൊണ്ട് നടന്ന് ശിക്ഷിച്ച് ആസ്വദിക്കുക. ക്രൂരതയാണിത്. എന്റെ മകളോട് കാണിക്കുന്ന ക്രൂരതയാണിത്. അത് സഹിക്കാനോ സാക്ഷിയാകാനോ എനിക്ക് കഴിയില്ല. ഞാൻ പോവാ. എവിടേക്ക്? ഒരു പാവയെ പോലെ നീ പീഡിപ്പിച്ച് രസിക്കുന്ന എന്റെ കുഞ്ഞിന്റെ സാന്നിധ്യത്തിൽ നിന്നും എങ്ങോട്ടെങ്കിലും. ഭ്രാന്ത് പിടിച്ചോ? വേദനയുടെ ആ സാന്നിധ്യം, പീഡനത്തിന്റെ ആ സാന്നിധ്യം എന്നെ ഭ്രാന്തരാകും. അങ്ങനെയായാൽ ഒരുപക്ഷെ ഞാൻ നിന്നെ കൊന്നെന്ന് വരാം. വേണ്ട, ഞാൻ പോയേക്കാം. ഓർമ്മകൾ തേടി വരാത്ത എങ്ങോട്ടെങ്കിലും. പിണങ്ങി പോകുന്നത് അവനെന്താ കൊച്ചുകുട്ടിയാണോ പിണങ്ങി പോകാൻ? കോടതി ദയാവധം അനുവദിച്ചില്ല. മകളുടെ സാന്നിധ്യം സഹിക്കാൻ വയ്യ, അവളുള്ള വീട്ടിൽ കഴിയാൻ വയ്യാന്ന് മൂത്താട്ടന്. അങ്ങനൊന്നും ഉണ്ടാവില്ല, ഞാൻ സംസാരിക്കാം. സ്നേഹം കൂടുതൽ കൊണ്ട് ഇവനൊക്കെ ഇങ്ങനെ നാട് വിട്ട് പോകാൻ തുടങ്ങിയ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അപകടം പറ്റിയെടുത്ത് കുഞ്ഞിനെടുത്ത് ആശുപത്രി കൊണ്ടുപോയത് എന്റെ മോൻ വിളിക്കുമാറാണ്. കൊല്ലാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കാന്ന് പറഞ്ഞാൽ അവൻ പറയുകയാണ് സൗകര്യത്തിന് കിട്ടിയ ഓട്ടോ കയറ്റി തട്ടിക്കളയുമെന്ന്. എന്റെ മക്കളെ ഞാനിവിടെ കുഞ്ഞിനെ എന്ത് വിവരക്കേടാ മുകുന്ദാ നീ കാണിക്കുന്നത്? വേദനയുടെ തടവിൽ കിടന്ന് എന്റെ മോൾ പിടയുമ്പോൾ അവളെ വന്ന് കാണാൻ കരുത്തില്ലാതെ എത്ര കാലമാണ് ഞാനിവിടെ ഇങ്ങനെ. എനിക്കതിന് കഴിയില്ല. ഒരു പക്ഷെ ഞാൻ എന്നിൽ നിന്ന് തന്നെ ഓടി ഒളിക്കുകയായിരുന്നു. ഒരു നിമിഷം ഈ മോളോടത്ത് യാത്ര പറഞ്ഞിട്ട് പോ. ഒത്തിരി കാലമായില്ലേ എവിടെ കാണാതെ നടക്കുന്നു. ഈ പോക്കിൽ മുകുന്ദേട്ടൻ എന്തെങ്കിലും സംഭവിച്ച, ഈ മോക്ക് എന്തെങ്കിലും സംഭവിച്ച, ജീവിതത്തിലെ അവസാന യാത്ര മൊഴി എന്ന രീതിയിൽ ഈ കുഞ്ഞിനോട് എന്തെങ്കിലും ഒന്ന് മുകുന്ദേട്ടാ മോള് വിളിക്കുന്നുണ്ടോ അച്ഛൻ ഫുഡ്. ചിരിക്കുന്നു. അച്ഛന്റെ സുമിത്ര കുഞ്ഞ്, സുമിത്ര. ആഴങ്ങളിൽ നിന്നൊരാദിതാളം ഈണം വിതുമ്പുന്ന പ്രാണനാളം. ആഴങ്ങളിൽ നിന്നൊരാദിതാളം ഈണം വിതുമ്പുന്ന പ്രാണനാളം. സായന്തനങ്ങളാം
അറിയാവതും ആവശ്യപ്പെട്ട് കോടതിയിൽ പോയ ഞാൻ ഈശ്വര, ഞാൻ എന്തായി കാണുന്നത്? എന്റെ മോള് കൊല്ലാനല്ലടോ, ജീവിക്കാനല്ലേ കാണിക്കേണ്ടത്. പിതാവിന്റെ സ്നേഹം സാന്ത്വനമായി തലോടലായി ആ മനസ്സിലേക്ക് പെയ്തിറങ്ങിയപ്പോ ആ മനസ്സുണർന്നു. ദയോടെ കൊല്ലണമെന്നൊക്കെ പറയാം, പക്ഷെ ഒരു ജീവൻ കൊടുക്കാൻ കഴിയുമോ? ജനന മരണത്തിന്റെയൊക്കെ രജിസ്റ്റർ ദൈവത്തിന്റെ കയ്യിലാ മക്കളെ. അവിടെ മനുഷ്യന്റെ വിധിയല്ല, ദൈവത്തിന്റെ വിധിയാ നടപ്പാവുക. മാതാപിതാക്കളുടെ സ്നേഹം തൊട്ടുണർത്തി ജീവിതത്തിലേക്ക് വന്ന മോള സുഹൃത്തുക്കളോ, എഴുന്നേക്കണോ? മുത്തച്ഛനാണോ പറയുന്നത്? കയ്യില് വെച്ചെഴുന്നേക്കണോ? പൊന്നല്ലേ, എഴുന്നേക്കടി. എഴുന്നേക്കടാ. മക്കളെ, വാ. ഈശ്വരൻ എന്റെ ജീവിതത്തോട് കടലോളം കനിവ് കാട്ടി. അതായത് അവൻ ഈ വിജയം നിനക്ക് അവകാശപ്പെട്ടതാണ്. ഈശ്വരൻ സ്നേഹമാ ചരടിലൂടിവിടെ ഈശ്വരൻ സ്നേഹമാ ചരടിലൂടിവിടെ അണഞ്ഞു. സായന്തനങ്ങളിൽ നിന്നൊരു സൂര്യന്റെ തേജോമുഖം വിരിയുന്നു. സായന്തനങ്ങളിൽ നിന്നൊരു സൂര്യന്റെ തേജോമുഖം വിരിയുന്നു. പാലാ